ഇന്ന് ഓണാണോ? അയ്യോ ദൈവമേ, എന്റെ വായില നോക്കി കൊണ്ടിട്ട് നോക്കി ഇത് ക്യാമറ മഞ്ഞായി. ഈ പൊട്ടന ഗായ്സ്, അപ്പൊ നമ്മുടെ മോസ്റ്റ് ഓണമാണല്ലേ ഇന്ന്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഓണം ഇതാ ഇങ്ങ് നമ്മുടെ തിരുവോണം നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളിതേ പൂക്കൾ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്കപ്പോ മോസ്റ്റ് അല്ലേ? അതെ. അയ്യോ, എനിക്കെപ്പോഴും ഉറങ്ങേണ്ട കാര്യം ഗൈസ് ചിന്തയുള്ളൂ അല്ലേ പങ്ക? രാവിലെ തന്നെ ഇന്ത്യൻ മമ്മായിട്ടാ ഗൈസ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ പൂക്കൾ പറിക്കേണ്ടതായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ കാരണം നമുക്ക് പൂക്കൾ പറിക്കാൻ നമുക്ക് എത്താൻ വളരെ ലേറ്റ് ആയി പോയിട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തുള്ളി പൂക്കൾ നമ്മൾ പറിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പൂക്കൾ പറിക്കാൻ വേണ്ടി വന്നേക്കാണ്. അമ്മ അടുക്കളയിൽ കിടന്ന സദ്യ ഉണ്ടാക്കലാണ് കേട്ടോ. എന്നാൽ രാത്രിക്ക് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ അടുക്കള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേഗം പൂക്കൾ പറിക്കാൻ വേണ്ടി വന്നു അല്ലേ പങ്ക? കേട്ടോ, ഉറക്കം ഇതുവരെ വിട്ടു മാറ്റുള്ളൂ. ഈ പൊട്ടന്മാരെ പാല് വാങ്ങാൻ തന്നെ പൈങ്ങനെ വിളിച്ചിട്ട് മോശ അവസ്ഥയായിരുന്നു അറിയോ ഗായ്സ്. അത്തം വെളുത്തോണ്ട് നമ്മുടെ ഓണം കറുത്തു അല്ലേ പങ്ക? നോക്കുമ്പോണ്ട് രാവിലെ പാലയാകാൻ പോയി ഭയങ്കര മഴ. അപ്പം ഇത് കണ്ടില്ലേ, ഓണം മഴയാണ് ഗായ്സേ, അവസ്ഥയാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഒരു വൈബാണ്. മഴയാണല്ല, നമ്മള് മഴയത്ത് സദ്യ തിന്നും, ഓണം കളിക്കും. അത് തന്നെ ഓണം. ഇതുണ്ടോ നമ്മളെ കുരുങ്ങിപ്പൂക്കളാണ് ഗായ്സ് പറിക്കുന്നത്. കുരുങ്ങിപ്പൂക്കൾ അതുണ്ടോ പറിച്ച് ഒരു കവറിലേക്ക് ഇടാണ്. അപ്പൊ ഞാൻ എന്റെ കൊട്ടയും വട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൂ പറിക്കാൻ അപ്പൊ പൂ ഇങ്ങനെ വെറുതെ വേണോ? അപ്പൊ പൂ ഇങ്ങനെ വെറുതെ പറിക്കാൻ പറ്റില്ല, പാട്ട് പാടണം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഇങ്ങനെ പറഞ്ഞ് പൂ പറിച്ചാലാണ് പറിക്കണം. പൂവ് ഇങ്ങനെ പറഞ്ഞ് പൂ പറിച്ചാലാണ് ഗായ്സ് എന്ത് പൂക്കൾ കൂടുകയുള്ളൂ. അപ്പൊ നോക്കാം എത്ര ആട്ട നമ്മളെ കടിച്ചു വിഴുങ്ങും നമുക്ക് കാണാം ഗായ്സ്. അപ്പൊ നമ്മൾ ഇതേ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിത് നമ്മുടെ വിടേലിയ പൂക്കളാണ് ഗായ്സ് പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പറിച്ചത് ഞാനിത് നമ്മുടെ കുട്ടയിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് വിടേലിയ പൂക്കൾ ഇതൊക്കെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇച്ചിരി നേരത്തെ എത്തുമായിരുന്നു. നമുക്ക് വൈകുന്നേരം തൊട്ടേ നമുക്ക് പൂക്കൾ പറിക്കാൻ വേണ്ടി ഇറങ്ങായിരുന്നു കേട്ടോ. എന്താണ് കൈ പിടിച്ച് കേട്ടടന്നെ ഇല്ല നീ വാ. നമ്മൾ അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കാല്ലേ വാവാച്ചി? ഞങ്ങൾ ചളിക്കളമാക്കി കളഞ്ഞിരിക്കുകയാണ് കുഞ്ഞാച്ചി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണം നമ്മള് ആക്കും അല്ലടാ പൊടി പൂരം. അപ്പൊ അതിന് നമുക്ക് ഒരു സംശയമില്ല ഗൈസേ. അപ്പൊ നിങ്ങളുടെ ഓണൊക്കെ എങ്ങനെയായി വൈബ്സ് ആയോ എന്നുള്ള കാര്യം എല്ലാവരും പറയാൻ മറക്കില്ല. അതെ അങ്ങനെ മുഖം കൂട്ടി പിടിക്കട്ടെ. 2 വാര അവിടെ വരുന്നതാണ് കാലമാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വൈബ് അടിച്ചിട്ട് നമ്മുടെ ഗായ്സ്. അപ്പൊ നമ്മളിങ്ങനെ പൂ തന്നെ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വീടല്ലേ ഗായ്സ്. അപ്പൊ നന്നായി പോയി ഗായ്സ്. അപ്പൊ നമ്മുടെ ഇത് വെറുതാ അയ്യേ സോറി കേട്ടോ ഗായ്സ്. ഇത് നമ്മളെ പാമ്പ് ചുരുണ്ടിരിക്കുന്നവരുടെ ഇപ്പൊ ട്രീ ആണ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതൊരു ഔഷധ മരമാണ് കേട്ടോ. അപ്പൊ അത് ഇതിന്റെ പൂ കാണാൻ നല്ല രസമല്ലേ ഗൈസ്. അപ്പൊ ഇതിന്റെ വാടാനാവുന്ന പൂവിന് ഇത് ഈ വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് കളറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ അവസ്ഥ? ഇത് ചെരുപ്പ് ചെളിക്കുഴിയിൽ ചെരുപ്പ് വിട്ട് എടുക്കാൻ പറ്റുന്ന പാടാണ്. എടാ അതിന്റെ ഉള്ളിൽ നിന്ന് പതുക്കെ വലിച്ചെടുക്കാതെ പൊട്ടന്റെ ചെളിയിൽ ഗായ്സ്. അപ്പൊ നമുക്കിത് ഈ മരത്തില് റെഡ് പൂക്കൾ നമുക്ക് പറിച്ചാട്ടോ. ഇത് നമ്മൾ ഈ മരത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തില് പാമ്പുകൾ ഇങ്ങനെ
ഇതിൻ്റെ തണ്ടിക്കൂടി ഇങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിളിയൊക്കെ വന്നിരിക്കുമ്പോൾ പാമ്പ് ചാടി പിടിക്കും. അപ്പം അങ്ങനെ പാമ്പ് ഇരിക്കുന്ന ഒരു മരമാണ്. അപ്പോൾ അതിൽ അവിടെ വന്നത് പൂക്കൾ പറിക്കാൻ ഞാൻ മറന്നു. ഈ അമ്മച്ചിക്ക് അറിയായിരുന്നു അതിൻ്റെ പേര്. അതിനകത്ത് ഒരു ടൈപ്പ് കായും ഉണ്ടാവും, ചുരുണ്ട്. ബാബാച്ചി അപ്പോൾ വിരിയലിയ പൂക്കൾ പറിക്കുകയാണ്. അപ്പോൾ വേഗം പറിച്ചിടട്ടെ ഗായ്സ്. അപ്പോൾ നമ്മൾ പറിച്ച പൂക്കളുകളെല്ലാം നമ്മളിത് നമ്മുടെ അക്വറിയത്തിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പൂക്കളുകൾ വളരെ കുറവാണല്ലേ ബാബാച്ചി. അപ്പോൾ നമ്മുടെ ഇത് ഉത്രാടം ഡേയിലെ പൂക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വാരി കളഞ്ഞിട്ട് വേണം നമുക്ക് തിരുവോണം ഡേയിലെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചിരി കൂടി പൂക്കളുകൾ നമ്മൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഓടിപ്പോയി നമുക്ക് ഓടി വരാം ഗായ്സ്. അപ്പൊ നമ്മൾ തുമ്പിപ്പൂക്കൾ പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കരിമ്പ് പിടിക്കും. അയ്യോ ഇല്ല. അപ്പൊ നമ്മൾ സർക്കസാണ് ഗായ്സ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാറ്റത്ത് നമ്മുടെ തുമ്പിപ്പൂക്കൾ വീണ് പോയി എന്ന്. അപ്പൊ നമ്മളിത് എന്തായാലും വീണ് പോയതിനകത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ബാബാറ്റ. ഇതുകൊണ്ട് ഇത് യെല്ലോ തുമ്പിപ്പൂക്കളാണ്. എന്താ പങ്ക യെല്ലോ തുമ്പിപ്പൂക്കൾ ഇതുകൊണ്ടോ. വാ മമ്മേനെ പച്ചക്കറി അതിന് വഴിക്ക് മുഴുവനും ഗായ്സ് ഇഷ്ടം പോലെ എന്തുണ്ടാകും, പച്ചക്കറികളുണ്ടാവും ഗായ്സ്. ഇവിടെ ഉണ്ട് മോസ്റ്റ് ആയിട്ട്. ഇത് കണ്ട പങ്ക, ഇതാണ് ശരിക്കും. അവിടെ വന്നാ മതി. അയ്യോ ഇതാണ് പങ്ക പൂന്തോട്ടം എന്ന് പറയുന്നത്. അതെ അല്ലടാ. അതെ. അയ്യോ ഗായ്സേ, നമ്മൾ ഒറ്റ പൂക്കൾ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാം നമ്മുടെ തൊടിയിൽ നിന്നുള്ള പൂക്കളാണ് അല്ലേ പങ്ക. ക്യാമറമാൻ എന്താ ഉറക്കം വരുന്നുണ്ടോ? ഇതൊക്കെ എവിടെ വെക്കും? ഗായ്സ് ഞാൻ എന്റെ മുണ്ടിലിടാൻ പോവാണ് കേട്ടോ. വേണ്ട കവർ വേണ്ട. എടാ വിശക്കാൻ തുടങ്ങിയടാ. സത്യം വിശപ്പിന്റെ വിളിയുണ്ട്. ദേഷ്യം വരുവാ. വിശപ്പ് പ്ലസ് ദേഷ്യം അല്ലേ? എടാ ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ഓണപ്പാട്ട്. ഓറഞ്ച് ഇവിടുത്തെ അതെന്നാ കാക്ക പറഞ്ഞാണോ മറ്റേ മൈനയാണോ? അയ്യോ മൈന അങ്ങനെയാണോ കാർത്തെ? ഒരു ടൈപ്പ് പക്ഷിയില്ലേ ഗൈസ്, എന്താണ് ദേശാടന പക്ഷി അല്ലല്ലോ, വേഴാമ്പലിനെ പോലെ ഉള്ളത്. അത് കാക്കക്കുഞ്ഞല്ല, അതാ ചിരിക്കുന്ന പക്ഷി ഗായ്സ്. ഒരിടയ്ക്ക് ഇവിടെ ചിരിക്കുന്ന ഒരു പക്ഷി വന്നെ ഇത് തന്നെ ഇങ്ങനെ വന്നിട്ട് പക്ഷി 24 മണിക്കൂറും വന്നിട്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇരുന്നിട്ട് ഈ കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പൊ എന്തായിരുന്നു അത് വന്നു ഒരു ദേശാടനക്കിളിയായിരുന്നു. വേഴാമ്പലിനെ പോലെ ഉണ്ടായിരുന്നു അതിനെ കാണാൻ. അത് 2 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഒറ്റയ്ക്ക് ഒരെണ്ണമായിട്ടാണ് വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റിംഗ് ഉള്ളതാ. ഗായ്സ് അപ്പൊ നമ്മുടെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പതുക്കെ സൂര്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇപ്പൊ പൂക്കളെല്ലാം പറിച്ചു കഴിയും. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പൂക്കലം സൂപ്പറാക്കണം അല്ലേ പങ്ക? സൂപ്പറാക്കണോ? വാവ് ഗായ്സ്, നമ്മുടെ പൂക്കളം കളറാണെങ്കിൽ നമുക്ക് ഈ ചെടി അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നാടായ നാടും വീടായ വീടും മുഴുവൻ ഇറങ്ങി നടന്ന് പൂക്കളിൽ പരിക്കുകയാണ് കേട്ടോ. അമ്മേ ഇപ്പൊ സാഷ്ടാംഗം കൂടെ ഉണ്ടായേനെ ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഗൈസ്. അത്ര തന്നെ. ഇത് കണ്ടോ, ഈ ഇലകൾ ഞാൻ തോരൻ വെക്കുന്ന ഇലയാണെന്ന്. ഇത് വെച്ച് പൂട്ടാ മോനെ, പൂക്കളം കളറാകും അല്ലേ വാവാറ്റ? കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് വാവാറ്റ മെങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഇതിന്റെ ഇലക്കൾ പറിക്കാം. അത് വെള്ളപ്പൂക്കൾ. അത് ഗൈസ് അതിനൊരു പേര് പറയല്ലോ. അതെ അതെ അതെ. ഇതേ അപ്പൊ സൺ ലൈറ്റ് ഒക്കെ അടിച്ചു തുടങ്ങിയിട്ട് എന്താ പൂക്കൾ എവിടെ പറിക്ക്? അത് കിട്ടിയില്ല. എന്തൊക്കെ പരിച്ചു ഇതുകൊണ്ടോ ഇത്രയും നല്ല ഇലകൾ എവിടെ? രാജൻ നിക്കുവല്ലോ. രാജൻ പൂക്കൾ രാജൻ ആരെവിടെ പിടിക്കുവേ. നാം വീട് നടക്കുന്നത് കണ്ട് അട്ടഹസിക്കുന്നു. എത്രമാത്രം ധൈര്യം വന്നു നമ്മളെ അവഹേളിക്കാൻ. ഇങ്ങനെ വലിക്കുമ്പോഴേ
എന്ത് തെറ്റാണ് മാമൻ മനുഷ്യനെ വീടിക്കാണ്ട് മുമ്പ് വന്ന് ബിംബം പോലെ നിന്നോളും. പിന്നെ അല്ല ഇനിയിപ്പോ ആ അതെ പിന്നെ ഇതുകൊണ്ട് ഈ ഇല നമുക്ക് വേഗം 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 പറഞ്ഞു കിട്ടുന്നു കേട്ടോ. അത് ഞങ്ങൾ പറിക്കാൻ വേണ്ടിട്ട് പോയിട്ട് ആ വൈറ്റ് ഫ്ലവർ ഗൈസിനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറിക്കും. ആ ഗൈസ് ഞാൻ കാണിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത എവിടെ വീഴാൻ പോകുന്ന അറിയില്ല. അയ്യോ സോറി ഗൈസ്. ഇതുകൊണ്ടോ സ്പൈഡറിന്റെ വലയൊക്കെ കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ വഴിക്കുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. രാവിലെ പിടച്ച അങ്ങോട്ടെല്ലാം ഓടുമ്പോഴായിരിക്കും കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ വൈറ്റ് പൂക്കലാണ് ഗൈസ് നമ്മുടെ വീട്ടിലുള്ളത്. ഇപ്പോൾ വൈറ്റ് മമ്മ എവിടുന്ന് കൊണ്ട് നട്ടതാണ് കേട്ടോ. അതെ സ്കൂളിലല്ലേ. അപ്പോൾ ഇത് കണ്ടോ ഈ വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയാണല്ലേ. ഇതിന് പേര് ഞാൻ മറന്നു കേട്ടോ ഗൈസ്. ഞാൻ മറന്നു. വയലറ്റ് ഉണ്ട്. വയലറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വെള്ളം അമ്മ എവിടുന്നോ അമ്മ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടതാണ്. അപ്പോൾ ഇത് ഈ ഓണത്തിന് നമുക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ഫ്ലവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാ കൊട്ടയിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നെ ഞാൻ മറന്നു കഴിഞ്ഞു എൻ്റെ പേര്. വാവ്. അപ്പോൾ വെള്ളപ്പൂക്കളെല്ലാം പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്കിനി മുകളിലേക്ക് റോഡിൻ്റെ അടുത്തേക്ക് പോവാം. റോഡ് സൈഡിൽ ഒരുപാട് പൂക്കളുണ്ട്. അതും കൂടി പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടി തുടങ്ങാൻ പോകാം അല്ലേ. ഓ ഇത് കണ്ടോ അതുണ്ടോ വയലറ്റ്. അതിൻ്റെയാണ് ഈ വൈറ്റ്. റെയർ പീസാണ്. ആണോ? ഇതാ വയലറ്റിൻ്റെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഈ വയലറ്റ് ഇവിടെ സർവ്വസാധാരണമാണ്. വൈറ്റ് ആയിരുന്നു ഗൈസ് മോസ്റ്റ് സ്പെഷ്യൽ വൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതായിട്ട് പൂച്ചവാലൻ ഗായ്സേ, നമ്മുടെ പൂച്ചവാലൻ ഗായ്സ്. ഇതും കൂടി നമുക്ക് രണ്ടെണ്ണം പറിക്കാം കേട്ടോ. രണ്ടെണ്ണമല്ല എല്ലാം പറിക്കണം. നമ്മൾ ഈ ഓണത്തിനല്ലേ ഇവരെയൊക്കെ പറിച്ച് നമ്മൾ പൂക്കളെ പൂജ ചെയ്യുന്നത് അല്ലേ. ഇവർക്ക് ഒരുപാട് സന്തോഷമാവട്ടെ. പൂക്കളെ നമ്മൾ ടോട്ടലി കളറാവട്ടെ. ഡിസൈനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഓർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ പൂച്ചവാല. ശരിക്കും പൂച്ചവാലും അല്ലേ, വാലിൻ്റെ തോളിലാണ് ഗൈസ് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൂച്ചവാലും കൂടി പൈങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കാം. നമുക്ക് പോലെ ഗായ്സ്. അപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ നമ്മളിത് ഇപ്പോൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ എന്ത് ചെയ്യാം, പൂക്കലം ഇടാൻ വേണ്ടി പോവാം. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ പങ്ക. വാവ്, നമുക്ക് ഓൺ ദ വേ നമുക്ക് പോവാം ഗൈസ്. ഗായ്സ് അങ്ങനെ നമ്മൾ പറിച്ചു വെച്ച പൂക്കളുടെ ഒരു കളക്ഷൻ നമുക്ക് കാണാം അല്ലേ. ഇത് കണ്ടോ നമ്മൾ പറിച്ച പൂക്കളുകളാണ് കേട്ടോ. നോക്കി നമ്മൾ ഒരുപാട് ടൈപ്പ് പൂക്കളുകൾ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഉത്തരായണൻ്റെ പൂക്കൾ നമുക്ക് വാരിക്കളയണം. പിന്നെ ഇതാ ഇവിടെയും നമ്മൾ ഒരുപാട് പൂക്കൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയിരുട്ട് വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടല്ലേ വൈകിളി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഉത്തരായണൻ്റെ പൂക്കൾ നമുക്ക് വാരിക്കളഞ്ഞിട്ട് അടിപൊളി ഒരു തറ നമുക്കിവിടെ കെട്ടാം ഗായ്സ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പൂക്കളത്തിലെ പൂക്കളെല്ലാം നമുക്ക് വാരിക്കളയാം അല്ലേ വൈകിളി. ഇതാ ഇത് കണ്ടോ. ഓ നോക്കിക്കേ, നമുക്ക് തറ അടിപൊളിയായിട്ട് കെട്ടണം അല്ലേ പങ്ക. ആണോ അല്ലേ. ഓണോ പൂക്കൾ ഒരുപാടുണ്ട്. നമുക്കിത് കെട്ടാം. വിടലീൻ്റെ ഇല പറിച്ചില്ലല്ലോ. ഇല്ല പറിക്കാം. അപ്പൊ ഇങ്ങനെ എന്താക്കട്ടെ, വേഗം പൂക്കളുകളെല്ലാം മാറിക്കളയട്ടെ കേട്ടോ. ഗായ്സ് ഇപ്പൊ നമുക്ക് ഈ തറ പൊളിക്കാം കേട്ടോ. തറ മുഴുവൻ എനിക്കൊന്ന് മണ്ണും ചാണകം കൂടി മിക്സ്ഡ് ആണ്. നമുക്ക് ഇത് എടുക്കട്ടെ കഴിക്കാൻ. എടുത്ത് മാറ്റി. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അന്ന് പോയി കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം അവിടെ ഇവിടെ തേച്ച് തീർത്തു കിട്ടും. അപ്പൊ ബാക്കിയുള്ള എന്താക്കി മണ്ണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. മാറ്റിയിടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ മണ്ണെടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കണം. നമുക്ക് അടിപൊളി തറ ഉണ്ടാക്കണം അല്ലേ വാവാറ്റ. നല്ല വലിയ തറ, നല്ല വലിയ തറ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അല്ലേ. അതെ. ഇനിയിപ്പോ തിരുവോണം ഇന്ന് രാവിലെ തൊട്ട് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ മഴ പെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. വെള്ളത്തിലാവൂന്ന് പറയാൻ പറ്റില്ല. ഐസ്ക്രീം സാലഡ്. ചോക്ലേറ്റ് സാലഡ്. ചോക്ലേറ്റ് സാലഡ്. ചോക്ലേറ്റ് സാലഡ്. യു മീൻ സാലഡ്. മണ്ണിൽ കളിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കേറൂല കേട്ടോ. കാരണം ഞാൻ അറിയാലോ എരുമയാണ്, പോത്താണ്. ഇനി വെള്ളം ആഡ് ചെയ്യണ്ട, ഫുൾ മിക്സ് ചെയ്തോ. അത് പാകം ആവും തോന്നുന്നു. ഇത് പാകമായില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. വെള്ളം കൂടിയോ, ചെറുതായിട്ട് കൂടിയോ അല്ലേ, ഒരു സംശയം ഇല്ലാതില്ല. പായസമില്ല, മോസ്റ്റ് പായസം പോലെ ആയിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടോ വെള്ളം കൂടി ഗൈസ്. അപ്പൊ നല്ല മണ്ണ് പായസമായി. ഓണത്തിന് എന്റെ വക പായസം ഗൈസ്, ചോക്ലേറ്റ് പായസം.
എന്തൊക്കെയോ കാണിച്ചു നോക്കണ്ട കേട്ടോ. A few moments later. അയ്യോ അങ്ങനെ പറയല്ലേ. അയ്യോ പോകരുത്. ദൈവം ഇങ്ങോട്ട് വാ. ഗായ്സേ, അപ്പം എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ഫാൻ നമ്മുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നത്. ഞാനിത് ഇവിടെ പൂത്തറ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ വന്നത്. അയ്യോ അയ്യോ എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. അപ്പൊ ഇത് ഒരു അടിപൊളി പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ഓണക്കോടിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗായ്സ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വെറുതെ കമന്റ് ഇടുള്ളൂ, എനിക്ക് ഓണക്കോടി സാധനങ്ങളൊന്നും തരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ഫാൻ ഒരാളിതാ ഇപ്പം ഞാൻ പൂത്തറ ഇതൊക്കെ അത്ത പോലെ ഇട്ടിട്ടില്ല, പൂക്കളം പോലെ ഇട്ടിട്ടില്ല. അതിനുമ്പ് വീട്ടിലേക്ക് വന്നിട്ട് ഇതേ വന്ന് സെറ്റ് മുണ്ട് തന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോയി. ചായ കുടിക്കാനൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ്. കാരണം ഇന്ന് ഓണം കൂടി ആയിട്ടില്ലേ പറ്റി. പായസം നമ്മൾ ഉണ്ടാക്കിയില്ല ഗൈസ്, അല്ലെ പായസം നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പൊ ഒരു അടിപൊളി സെറ്റ് മുണ്ടും ഇത് കൊണ്ടു തന്നിട്ടുണ്ട്. നമ്മള് കൊറേ നിർബന്ധിച്ചു. ചിലർക്ക് വീഡിയോ വരാൻ വിഷമാടാ. ഓ വാവ്, അപ്പൊ ഓണത്തിന് ഓണക്കോടി കിട്ടിയിരിക്കുവാണ് ഗൈസ്. അതൊരു വേറെ വൈബാണ് ഓണത്തിന് ഓണക്കോടി കിട്ടുന്നത്. വേറെ വൈബ് ആദ്യമായിട്ടായിരിക്കും ഓണത്തിന് ഓണക്കോടി. അതന്നെ, ഓണക്കോടി കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എവിടെയോ അവര് വരുന്ന കൊച്ചിന്നാ പറഞ്ഞത് അല്ലേ? കൊച്ചിന്നല്ലേ വരുന്നത് പറഞ്ഞേ. ഞാൻ തറ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. ഞാന് ആരെന്താണെന്നൊന്നും മനസ്സിലായി. നമ്മളെ കാണാൻ വേണ്ടിയാവെന്ന് പറഞ്ഞു. പിന്നെയാണ് ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. ഇത് പൊടി പോലുള്ള ഗൈസ് ഇറങ്ങി ഓടി. അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. എന്തായാലും ഓണത്തിന് ഓണക്കോടി കിട്ടി ഗൈസ്. മോസ്റ്റ് സന്തോഷായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഇത് തന്ന ആൾക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പേരൊന്നും എനിക്കറിയാം. അഖില. അഖിൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ അഖില്. വർത്താനം കേൾക്കുമ്പോഴേ അറിയാം കൊച്ചി സ്ലാങ് ആണ്. അപ്പൊ കൊച്ചിയിൽ നിന്ന് വന്ന അഖിലാണ് നമുക്ക് ചുറ്റാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞേ. ആണോ? നീ കന്യാകുമാരിക്ക് പോണെന്ന്. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും ഓണക്കോടിയൊക്കെ തന്നു, ഭയങ്കര സന്തോഷമായി. പക്ഷെ വീഡിയോയിലൊന്ന് പോസ്റ്റ് ഇട്ടിട്ട് പോവായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമായിട്ടോ. അതന്നെ, ഒന്നും നോക്കാതെ ക്യാമറ കണ്ടപ്പോഴേക്ക് ഓടിപ്പോയി. അതായിരിക്കും. എന്തായാലും ഇതേ നമ്മൾക്കിനി പൂത്തറ കെട്ടണം ഗായ്സ്. ഇപ്പതേ ഞാൻ തറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടി പോയില്ലല്ലോ പറ്റി? തീരെ കൂടിയിട്ടില്ല. നന്നായി പരത്തിക്കോ, വലിയതാക്കിക്കോ. ഓക്കെ. മര്യാദക്ക് ആ ഞണ്ടും മണ്ണുണ്ടായിരുന്നു, എന്ത് രസായേനെ അല്ലേ? മഞ്ചിന്റെ മണ്ട്, ഞണ്ടും മണ്ണ് അത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഇത് പിന്നെ പക്ഷെ നമുക്ക് തറ നമുക്ക് ഏത് മണ്ണും കൊണ്ട് കെട്ടാം. പക്ഷെ ഞണ്ട് മണ്ണും കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലേ പറ്റാ? ഇനി മമ്മ അതെല്ലാം എടുത്ത് തീർത്തില്ലേ? കുടഞ്ഞിടണോ മറ്റേ? വേണ്ടി വരൂല്ലേ? അയ്യോ നടുപൊടിഞ്ഞ പൈസ. ആ മണ്ണ് ഫുള്ള് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് ലെയർ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോന്നാണ് അല്ലേ? ഒഴുകി പോകുന്നതാണ്. അതെ, വെള്ളം തുള്ളിയാ കൂടിയിട്ടുള്ളൂ കേട്ടോ, വലുതായിട്ടൊന്നും വന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? വെള്ളം കൂടിയിട്ടുണ്ടല്ലേ. ഓണവെയിൽ വന്നിട്ടുണ്ട് ഗൈസ്. രാവിലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പെയ്തത്, ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ സമാധാനിക്കണ്ട, മഴയുടെ കാര്യം പറയാൻ പറ്റില്ല. കുസൃതി മഴ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്, തൊട്ട് മുമ്പ് വരലായിരിക്കും. അതെ, നാളെ ഓണാക്കും. പോടാ, അവിട്ടോണാണോ? ചതയോ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെയൊക്കെ നമുക്ക് സെറ്റ് ആക്കാം അല്ലേ പറ്റി? അപ്പൊ സ്പെഷ്യൽ ഡേ ഇന്നാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആക്കാം. ഈ ഭാഗത്ത് കുറച്ച് വേണം. വരാം അമ്മച്ചി. അമ്മച്ചി ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതങ്ങനെ തീർക്കാതെ നമുക്ക് ഒരു സമാധാനം ഇല്ല ഗായ്സ്. അതാണ് കുഴപ്പം. വരാമേ. സൈഡിൽ അവിടെ ഇവിടെയാ? അപ്പൊ അടുത്ത ലെയർ ഇടുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാലേ എനിക്ക് മണ്ണി കളിക്കാൻ തുടങ്ങി പിന്നെ മണ്ണി കളിച്ചുകൊണ്ടിരിക്കാനേ തോന്നും ഗൈസ്. അതാണ് എന്റെ ഒരു വല്ല സ്പെഷ്യാലിറ്റി. നല്ല
നല്ല രസാണ് അല്ലേ? നല്ല സാറ്റിസ്ഫൈ ആണ്. അത് സാധാരണ സാറ്റിസ്ഫൈ ഒന്നും അല്ല, മോസ്റ്റ് സാറ്റിസ്ഫൈ ആണ്. അതെ. ആ അങ്ങനെ റൗണ്ട് ചെയ്തു ചേച്ചി. മങ്കഞ്ഞരമ്പന് പറ്റിയതാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹായ്, അടിപൊളി. ഇതിപ്പോ കുറച്ച് ജ്യൂസി ആയി. ഇത് യൂസ് ചെയ്യുന്നില്ലേ? അത് ലാസ്റ്റ് നമുക്ക് അത് ചാണകവും മണ്ണും കൂടിയല്ലേ, നമുക്ക് ഇതിന്റെ മുകളിലൊന്ന് മെഴുകി കൊടുക്കാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ഇതും കൂടി നമുക്ക് ഇനി മുകളിലിടാം കേട്ടോ. അയ്യോ, അപ്പൊ അത് വീണ്ടും 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 ഇതാവോ? ഇല്ലല്ലോ, പൂവ് മുഴുവൻ ചെളിക്കളത്തിലാണ്. എന്ത് ചെയ്യണം ഗൈസ്? കഴിവാണോ? കഴിവ് തന്നെ. ദോശ വിടുവാണ്. അതെ അതെ, ദോശ കൈ കൊണ്ട് ദോശ വിടുവാണ് ഗൈസ്. മണ്ണ് ദോശയാണ്. അതല്ലേ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോഴാ പറഞ്ഞു. അതല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കാം. അതെ 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 ഗായ്സ്, നിങ്ങളുടെയൊക്കെ ഓണം വൈബ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലേ ബാബാജി? അതെ, മറക്കൂല്ലേ? മറക്കില്ല. മറക്കരുത് അല്ലേ? ഇങ്ങനെയൊക്കെ ലെവലാക്കി കൊടുക്കട്ടെ കേട്ടോ. അവി എന്താ ഉദ്ദേശിക്കുന്നത്? ഓണത്തപ്പനെ മനസ്സിലായോ? ഓണത്തപ്പനല്ല ആയിപ്പോയത്, ഓണത്തപ്പന്റെ ബാക്ക്. ഞാൻ മറ്റേ കുതിര ചവിട്ടുന്ന ഒരു ചവിട്ടങ്ങ് ബാക്കിലേക്ക് തന്നോണ്ടല്ലോ. ഓണത്തല്ലുമാവും. പിന്നെ ഞാനും പങ്കനും കൂടി ഇവിടെ അടിപൊളി തല്ലു മത്സരം. നമ്മൾ ഓണത്തപ്പനെയാണ് കേട്ടോ നിങ്ങൾ സങ്കല്പിച്ചത്. അതെ, എന്താ ബാബാജി, എന്താ ഓണത്തപ്പനെ പോലെ ഇല്ല? നമ്മുടെ തൃശ്ശൂര് ഏതമ്പലത്തിലായിരുന്നു? നമ്മുടെ വടക്കുന്നാഥൻ. ആ, വടക്കുന്നാഥൻ ടെമ്പിള് വലിയ ഗോപുരനടയിലാണോ ഗുരുവായൂരിലാണോ അറിയത്തില്ല. ഏതായാലും നിങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല, മറന്നുപോയി. നിങ്ങൾ അറിയെങ്കിൽ കമന്റ് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് വടക്കുന്നാഥന്റെ അടുത്താന്ന് തോന്നുന്നുണ്ട്. അടുത്തല്ലേ? വടക്കുന്നാഥന്റെ അടുത്താണ്. തെക്കേ ഗോപുരനടയെന്നറിയാം. അവിടെ വലിയ ഓണത്തപ്പൻ വന്നു ഞാൻ വാർത്തയെ കണ്ടായിരുന്നു. യെസ്, വേൾഡ് റെക്കോർഡിനൊക്കെ പറ്റിയ, റെക്കോർഡ്സിനൊക്കെ പറ്റിയ. ഇത് ഇവിടെ ഈ ലെങ്ത് കുറഞ്ഞു, നല്ല വിടുത്ത് കുറഞ്ഞു. ഇവിടെ ഇച്ചിരി കൂടി. മാത്സ് പഠിച്ചുകൊണ്ട് എല്ലാം കയറി വൃത്തിയായിരിക്കണം, അല്ല പഠിക്കാൻ പാടില്ലായിരുന്നു. അപ്പം നമ്മുടെ തറ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഞെട്ടി? പൂക്കളമെല്ലാം ഇത് ഇവിടെ ഇച്ചിരി ഒഴിയ പോലെ ഉണ്ട് തറ. അവിടെ ഒരു കല്ലുണ്ട്, അതങ്ങനെ. ഇനി ഇപ്പൊ പൂ ഇടാൻ നേരത്ത് കയ്യിൽ ചെളി വെച്ചാൽ കളിപ്പാണ്. ചെളിയിൽ കളിക്കുവാണെങ്കിൽ ചെളി കളിച്ചോണ്ടേ ഇരിക്കണം. അത് കാരണം നമ്മുടെ ഓണ ഇതെന്താ ഈ പൊട്ടൻ ക്യാമറമാൻ ഒന്നും അറിയത്തില്ല, വെറുതെ വായും പൊളിച്ച് നിപ്പാൻ അറിയുള്ളൂ. എന്താണ് ക്യാമറമാൻ? മെഴുകിയതേ ശരിയല്ല. വെള്ളം കൂടിപ്പോയിട്ട് വാര പറഞ്ഞിട്ട് നോക്കണ്ട ഗൈസ്, പതിവാണ്. ഇനിയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി പരിപാടി. അതിനെ ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് ആണ്. ആ ചെരിഞ്ഞു പോയി ഇപ്പൊ. അത് ആ സൈഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്ക്. കുഴപ്പമില്ല. നിങ്ങളുടെ പൊട്ടക്കണ്ണു എന്റെ എത്ര ഞാനൊക്കെ ഉണ്ടാക്കി അത്രയും വരില്ലെങ്കിലും കുഴപ്പമില്ല. അതെ അതെ അതെ, ആകാശം മുട്ടിച്ചു. എന്താ യൂണിവേഴ്സ് റെക്കോർഡാ? സോളാർ സിസ്റ്റം റെക്കോർഡാ? എടാ പോടാ, ഞാൻ പറയാ എവിടെ റെക്കോർഡ് ഇട്ട് വെച്ചേക്കുന്നത്? സോളാർ സിസ്റ്റം ആണ് ഞാൻ. മെഗാ സോളാർ സിസ്റ്റം വേൾഡ് അല്ലേ? വേൾഡ് അല്ലല്ലോ, വേൾഡ് സോളാർ സിസ്റ്റം യൂണിവേഴ്സ് ഡെക്ക മെഗാ പ്ലാനറ്റ്. ഭൂമി ആദ്യം ഉണ്ടായ പോലെ സയൻസ്. അതെ, ഒരുപാട് മില്യൺസ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. പറയാൻ പറ്റില്ല. ഒന്ന് ചോദിച്ചാ മതി. അല്ല എന്താ അറിയോ? ഭൂമി തൊടണം ഞാൻ. അതാ തീർന്നു. ഹിസ്റ്ററി, ജോഗ്രഫി മറന്നുപോയി. കണക്ക് ഫോർമുല മനപ്പാഠം ചെയ്യുന്നു. സ്കൂളിലെല്ലാം മറന്നു പോകുന്നു. മാത്രം ഞങ്ങൾക്ക് Oh my god. അതാ മുണ്ടോ ഇനി ഇവിടെ
ഗായ്സ് നിങ്ങൾ ഈ ചാക്ക് കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവുന്നത് എന്താന്ന്? That is for ഹരിതകർമ്മ. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തു വെച്ചതാണ്. അപ്പം ഓണം വരുന്നതിന് പക്ഷേ ആത്തപ്പൂക്കൾ ഇടുന്നതിന് മുമ്പ് ഞാൻ ഡാൻസ് കളിച്ചത് ഡ്രസ്സ് വരെ അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് പോയി ചായ കുടിച്ചിട്ട് വരാം, നല്ല വിശപ്പുണ്ട്. അതിനുശേഷം പൂക്കളത്തറേ താതാ നല്ല പേര് വിളിപ്പിക്കല്ലേ. അപ്പൊ എന്താ പൂക്കള രാജ പോയി ചായ കുടിച്ചിട്ടോ. ഓടിപ്പോയിട്ട് വരാം 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 വരാം. സോറി അത് എനർജീന്റെ ചെരുപ്പ് കൊണ്ടത്. പോയി വരാം. A few moments later. എന്താ പറ്റിയത് കാണുന്നില്ല, എന്താ പറ്റിയത് പൊട്ടാ. കുട്ടിമണിയിൽ വയ്ക്കാൻ വന്നതാണ് ഗൈസ്. എന്റെ ദൈവമേ, എനിക്കറിയില്ല. ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവർക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി അയച്ചു വിട്ടേ, രണ്ടുപേരും കൂടെ അയച്ചു വിട്ട് പണിയായി. അല്ല, സിംബ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രാവശ്യം പൂക്കളത്തിന് നടുക്ക് കയറി കിടന്ന് പൂക്കളത്തില് ഉറങ്ങി ഗൈസ്. ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കുട്ടിയിലേക്ക് അറിഞ്ഞോണ്ടൊന്നും ചെയ്യില്ല. പക്ഷെ മോസ്റ്റ് ആയിട്ട് പറമ്പ് മുഴുവൻ ഓടും, ലൈക്ക് അതിന്റെ പുറകെ ഓടും. എന്താ കുട്ടിയെ മതി മതി മതി, നമുക്ക് സെറ്റ് ആക്കിയാ മതി. ഓക്കെ, കയ്യിൽ നല്ല രസത്തിലുള്ള ചെടിയായിട്ടുണ്ട്. എന്റെ ദൈവമേ, വെള്ളമില്ലാത്ത നാട്ടിലാണോ നമ്മള്? നല്ല രസമുണ്ട്. കയ്യില് മൈലാഞ്ചി ഉണ്ട്. അതാ മൈലാഞ്ചി ഇട്ടോ. അതാ മൈലാഞ്ചി ഇപ്പോഴത്തെ കാര്യം. ആ, നാളെയൊക്കെ ഉണ്ടല്ലോ കളി തന്നെ. നമ്മളിങ്ങനെ സ്പെഷ്യൽ ഡേയ്സില് മൈലാഞ്ചി ഇട്ടിട്ട് ഇപ്പൊ കൊറേ, ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട കാലം മറന്നു. അത് തന്നെ നല്ലത്. ഒഴുക്കി 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 നന്നായിട്ട് ഒഴിക്കേ. ഞാൻ പോയി വെള്ളം. കൊച്ചു എന്താ കാണിക്കുന്നേ? എന്റെ കൊച്ചു സമയം പോന്നു. കൊച്ചെന്ന് വേഗം കമ്പി. എന്റെ വായിന്റെ ഉള്ളിലായി. സദ്യ കഴിക്കുന്ന ആദ്യം മണ്ണ ഉണ്ടാതിരുന്നോ? ഓക്കെ, നമുക്ക് പോകാം. സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് തുടങ്ങാം. എല്ലാരും പൂക്കളിട്ട് കഴിഞ്ഞാണോ? ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ആദ്യം പൂക്കളിടാൻ തുടങ്ങാം. ഓണത്തിപ്പന്റെ മേത്തിപ്പ എന്താ വെച്ചാൽ കുത്തി വെക്കാം. അയ്യോ അതല്ല ഗായ്സ്, അപ്പൊ നമ്മള് ഡിസൈൻ ചെയ്യാൻ തുടങ്ങണേ. അങ്ങനെയല്ല പങ്ക, അത് രസമല്ല. നമുക്ക് തുമ്പപ്പൂ ഇത് പിടിച്ചേ. എന്താണ് പിടി? ഈ പൊട്ടവാറ്റ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗായ്സ്, നമുക്ക് നോക്കാം. നമ്മുടെ പൂത്തറ എല്ലാരും ശരിക്കും കണ്ടോട്ടോ. ഞാൻ നമ്മുടെ പൂത്തറ എന്ന് പറയുന്നത് ഇത് ഇട. ഇത് നമ്മുടെ എന്താണ് ഇതിന്റെ പേര്? മോളില് മാത്രം വെച്ചാൽ മതി. അടുത്തായിട്ട് നമ്മൾ ഈ റെഡ് പൂക്കളിടാൻ വന്നത്. ഒരു കാര്യം, കുറച്ചുള്ള പൂക്കളാണ് നമ്മൾ ആദ്യം ഇടുന്നത്. മിണ്ടല്ലേ ഗായ്സ്, നമ്മൾ കുറച്ചുള്ള പൂക്കളാണ് ഗായ്സ് ആദ്യം നമ്മൾ ഇടേണ്ടത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ കുറെ ഉള്ള പൂക്കൾ ആദ്യമേ നമ്മൾ ഇടാൻ പാടില്ല കേട്ടോ. ഇതിന്റെ ഷേപ്പ് സ്ക്വയർ. ആരെ പയങ്ങൾ പറഞ്ഞായിരുന്നു ഇഷ്ടമുള്ള ഗായ്സ്. അപ്പൊ പൂക്കലുകളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എടാ, പുറത്തേക്കൊന്ന് ലൈറ്റ് ഇട് വെച്ചേ. ലൈറ്റ് ഇടാൻ ഞാൻ പറഞ്ഞേ. കണ്ടോ ഗായ്സ്, നമ്മള് പൂക്കളുകളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം എന്റെ ഓണത്തപ്പനെ ആരാ മറിച്ചിട്ട്? വാവ്, ഇത് റോസപ്പൂ നമ്മൾ അന്ന് ഇതാക്കിയതാണ് കേട്ടോ. കണ്ടില്ലേ, അന്ന് പൂക്കളുകള് വാങ്ങിയതൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൂക്കളുകള് ഓക്കി പിടിക്കില്ലേ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാവേ. വാറ്റത് റെഡ് ചെമ്പരത്തി പൂക്കളും കൊണ്ട് വാറ്റത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യാം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. വലിയ ഫ്ലവേഴ്സ് വെക്കണേ. പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഗൈസ്, അപ്പൊ നമ്മളിത് ഇത്രയും നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ വങ്ക? മോസ്റ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, നമ്മൾ ഓർത്ത് ഞങ്ങളുടെ അടുത്ത് പൂക്കളില്ല എന്നൊക്കെ കുറെ ടെൻഷൻ അടിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ മാവേലി മന്നൻ നമ്മുടെ പ്രാർത്ഥന കേട്ടൂല്ലേ? പൂവേ പോലെ പാടുമ്പം നമ്മുടെ പൂക്കൾ വർദ്ധിക്കുകയും ചെയ്യും.
അതൊരു അത്ഭുതം തന്നെ. നമ്മൾ അറിയില്ല അല്ലേ വാവാറ്റ? സത്യം. നമ്മൾ അതൊക്കെ മാജിക് ആണ്. യെസ്, മാവേലി का मैजिक. അതന്നെ. बहुत अच्छी मैजिक है, वो कर रहे हैं. बहुत अच्छी सी मैजिक മാവേലി करूंगा. ഗൈസ്, ഹിന്ദി പറഞ്ഞാൽ പിന്നെ ഹിന്ദി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റി ഇംഗ്ലീഷ് ആണല്ലോ അത്. അപ്പൊ കുറച്ച് നേരത്തേക്ക് പറയും, അപ്പൊ കൊറേ പറയും, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അടിപൊളിയായിട്ടുണ്ട്. ഈ പൂക്കൾ ഇട്ടൊന്ന് എഴുന്നേക്കുമ്പോഴേക്കും മറ്റേ ഇതല്ലേ സന്ധിവേദനയുടെ ഗുഡ് ബൈ വരേണ്ട അറിവില്ലേ. പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് സ്ഥിരോഴികളില്ലാത്ത ആശ്വാസം. ഓക്കെ ഗായ്സ്, ഇത്രയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസൈൻ പിടിച്ചാലോ? പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ റൗണ്ട് പോവാ. ഇനി നമ്മൾ പലതും ചെയ്യും. അപ്പൊ നിങ്ങളത് നമ്മുടെ പൂച്ചവാലിനെ കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ പങ്ക ശരിയല്ലല്ലോ. ഇത് കണ്ടോ എന്ത് രസാ നോക്കിയാ. നീ എന്നെ കാണിക്കാതെ ഇത് കാണിക്കും. അയ്യോ, അത് കുഞ്ഞതായി പോയല്ലോ. ഏത്? അയ്യോ, അത് ശരിയാണോ? ഇതെന്താ കണ്ണല്ലേ ചെയ്ത പൊട്ടല്? ഇതൊക്കെ വിട്ടാന്ന്. എടാ, നീ തല്ലി കൊല്ലു എന്നെ. നല്ല രസമുണ്ട്. ഈ സ്റ്റാറിന്റെ ഉള്ളിലേ സ്റ്റാറിന്റെ ഉള്ളിൽ നമ്മള് മഞ്ഞ ഇടും. മഞ്ഞ എടുക്കട്ടോ. അല്ല, തുമ്പിപ്പൂ അല്ലല്ലോ. ചെമ്പിപ്പൂല്ല, ചെണ്ടുമല്ലിയുടെ ഗുണ്ടുമല്ലി ഇടാം നമുക്ക്. തികയും. നിങ്ങളൊക്കെ എന്താ ഓണം വന്നല്ല, പൂക്കളമിട്ടല്ലോ, കോടി ഉടുക്കണല്ലോ, ചാടിമറിയണല്ലോ, ചെളിമറിയും വെള്ളയുടുത്ത്, ചെളിക്കോലമാകും, പ്രേതക്കോലമാകും, ചെളിമറിയും, ഉല്ലസിക്കും. പിടിച്ചേ, ഞാനിടുന്നത് കാണിക്കണം. ഗായ്സ് ആണോ മറ്റേ? ഏത് ഗൈസാ പറഞ്ഞ? ഹായ് നോക്ക്. വാവ്, നമ്മുടെ പൂക്കളം മോസ്റ്റ് ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഫില്ല് ചെയ്യാട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് പിശുക്കുന്ന മാറ്റ പിശുക്ക്. ഇത് പുറത്തൊന്നും ചാടിക്കാതെ വൃത്തിയായിട്ട് ചെയ്യണം. ഞാനും കുഞ്ഞാറ്റ ടീച്ചറാണ്. എന്നെ കൊറേ ആയി പീഡിപ്പിക്കും. അതാ പിന്നെ പീഡിപ്പിക്കും. ഞാനമ്പൻ സ്റ്റുഡന്റ് ഓ ഗായ്സ്, നമ്മുടെ പൂക്കള് നമ്മൾ പൂക്കളം നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ബാക്കി ഞാൻ കെട്ടി പൂത്തറ നമ്മളിട്ട പൂക്കളം. നിങ്ങൾ കണ്ടല്ലോ, ആരാന്ന് പറയേണ്ട കൂടുതൽ. ഞാൻ പറ, ഞാനിട്ട പൂത്തറ തറ. ഞാനിട്ട പൂത്തറ. ഞാൻ പങ്കൻ, ഞാൻ കുഞ്ഞാച്ചി. നമ്മളപ്പോളെ പച്ച ഇല ഒന്നും നമ്മൾ പറിച്ചിട്ടില്ല. അപ്പൊ നമ്മള് കൊട്ടയെടുക്ക് വിടയിലേന്റെ ഇല പറിക്കാൻ വേണ്ടി പോണേ. വിടയിലേക്ക് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിടയിലേന്റെ ഇല നമ്മൾ പറിക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് വെയിൽ വന്നിട്ടുണ്ട്, ഓണവെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിടയിലേന്റെ ഇലകൾ നമുക്ക് പറിക്കാതെ ഇവിടെ പിന്നെ ഇലകളെ ഉള്ളൂ, മുഴുവൻ കാടാണല്ലോ. നമുക്ക് ഇഷ്ടം പോലെ ഇലകൾ പറിച്ചെടുക്കണം. അരിയൽ വിദഗ്ധൻ ആരാണ്? പങ്കൻ ആരാണ്? പങ്കൻ വരുന്നുള്ളൂ. അതെ, പങ്കജ മഹർഷി വരുന്നുള്ളൂ കേട്ടോ. നമുക്കിപ്പോ എന്താക്കാം, വീടിന്റെ ഇലകൾ പറിക്കാം. നീ ആ കൊട്ട കളിക്കാൻ നിങ്ങൾ കാണിക്കേ. അതാ ഞാൻ ചക്കര ഒന്ന് മാറി തരുന്നേ. കൊല്ലുന്നോ? ഓക്കെ, നമുക്ക് വേഗം പറിക്കാം. ഗായ്സ്, നമ്മൾ പൂക്കളം ഇട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് മലയാളി മങ്കയായോരിക്കും നമ്മുടെ ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ആ ജോജാമ്മ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം പൊന്നുണ്ണി. എല്ലാം സെറ്റ്. പിന്നെ എല്ലാം സെറ്റ്, പിന്നല്ല ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ അതിഥികളെല്ലാരും എത്തിയിട്ടുണ്ട്. എന്നിട്ട് 3 കുഞ്ഞുങ്ങള് ഓണത്തിന് പാല് കിട്ടുന്നില്ലെന്ന് എന്ത് ചെയ്യും? നമ്മുടെ പൊന്നിന്റെ ഓണത്തിന് പാല് തൊട്ട് അത് നോക്കി കിടക്കാറില്ലെന്ന്. 2 എണ്ണത്തിന് പാല് നിങ്ങൾക്ക് അമ്മയോട് ഇരിക്കത്തില്ലായിരുന്നോ? അയ്യോ, കിട്ടട്ടോ.
Guys, അപ്പം ബാക്കി പൂക്കൾ കൂടെ നമുക്ക് സെറ്റ് ആക്കാം. മലയാളി മങ്ക നോക്കി നിൽക്കണ്ട, വേഗം പോട്ടോ. ഓണം വൈബല്ലേ? വൈബാണോ? വൈബാണോ? ഇതാടാ പൂവ്. സീനാണോ? പൂവരിയല്ലേ? അതത്രേ ഉള്ളൂ. പങ്ക അരിയണ. എന്താ? ആ അതാ തെറിപ്പിക്കണോ? മെമിതെ മോശമായിട്ട് പൂക്കളിട്ടുണ്ട്. കേടാ മെമിന്റെ കയ്യിലേക്ക് കൊടുത്തോട്ടോ. മെമി ഇതേ കൂടാണ്. വൈബല്ലേ മെമി? എന്തോ ഗൈസ് ഇപ്പൊ മുകളിൽ ഏതോ കത്തി ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മേ അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് പിന്നെ തിരിച്ചു കൊണ്ട് വെച്ചില്ല ഗൈസ്. എന്താ വേഗം അറിഞ്ഞോ? ഇപ്പം അറിയുന്ന പാട്ടുപാടില്ല, ഇപ്പൊ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നു. അപ്പൊ ഗൈസ് നമ്മളിത് ഇത്രയും നമ്മള് ക്ലിയർ ആക്കിക്കൊണ്ട് വരണം. നമ്മുടെ കുരിഞ്ഞിപ്പൂക്കൾ ഇവിടെ കല്ലുള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് ഉള്ളിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യണം അല്ലേ? ഉള്ളിലും കൂടി ഫില്ല് ചെയ്ത് നമ്മുടെ പൂക്കളം മുഴുവൻ കളർ തന്നെ. അതെ പല കളറാണ്. അതെ അതെ സീൻ തന്നെ. അങ്ങനെ നമ്മുടെ തിരുവോണപ്പൂക്കലം നമ്മളിത് ഇവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാവ് നമുക്കൊന്ന് സൂമിൽ കാണാം ഗൈസ്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. നമ്മുടെ തിരുവോണപ്പൂക്കളം നമ്മൾ സൂപ്പർ കൂൾ. വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ നമുക്ക് പറ്റില്ല, അത്രയ്ക്കും ഗംഭീരമായി നമ്മൾ നമ്മുടെ തിരുവോണപ്പൂക്കളം നമ്മൾ സൂപ്പർ വൈബ് ആക്കി പങ്ക പറയടാ പങ്ക. ഒരു നല്ല പൂക്കളം എന്നടാ വായിക്കടാ പാടടാ പാട് പൂക്കളം. ഇല്ലില്ല ക്യാമറമാന്റെ മുഖത്താണ് എല്ലാം ഇരിക്കുന്നത്. പോടാ ക്യാമറ കൊണ്ട് പൂക്കളത്തില് മഴയെ തോന്നോ? അത് രണ്ട് ഫോട്ടോ എടുത്ത് വെക്കട്ടെ. അല്ലെ ഒഴുകിപ്പോയപ്പോ എന്നെ പറയാൻ പറ്റില്ല. അല്ലെ പറയാൻ പറ്റുമോ? ഇല്ല പറ്റില്ല. ഒഴുകിപ്പോകും. അയ്യോ പോവാടാ. പൂക്കളം സൂപ്പർ കൂൾ ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഗൈസ്. എങ്ങനെയാണ് നമ്മുടെ പൂക്കളം ഗൈസ് പറയാൻ മറക്കരുത്. ഓക്കെ റെഡ് ഉണ്ടാ? ഓ റെഡ് ഉണ്ടാ ഗൈസ്. അവിടെ പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൂക്കളൊക്കെ നമ്മുടെ വഴിക്ക് കൂടി നമ്മൾ ഇട്ടോ. എടാ പോടാ മുണ്ടെടുക്കാൻ ഇഷ്ടപ്പെടുന്ന പൊന്നുണി. ആ ഭയങ്കര കുഞ്ഞിനെ കൂടി. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ പൂക്കൾ സെറ്റ് ആക്കാണ്. ബാക്കിയുള്ള പൂക്കളൊന്നും നമ്മൾ കളയില്ല എല്ലാവരും. ഇപ്പൊ നമ്മളിങ്ങനെ വഴി മുഴുവൻ നമ്മൾ പൂക്കൾ ഇങ്ങനെ കേട്ടോ. നമ്മളെ മാവേലിനെ വരെ വിളക്കാൻ വേണ്ടി. ഓ സീൻ തന്നെ കുഞ്ഞിനെ മാവേലിയാ കുംഭമാനില്ലടാ. എന്ത് ചെയ്യൂടാ മാവേലി എങ്ങനെയാ ഇവിടാ? ഇന്നലെ പുലികളെ ബാഗിട്ടുണ്ട് ഞാനാ മാവേലി കൊല്ലത്തെ സീൻ തന്നെ. അടുത്ത നമ്മൾ ഇവിടെ ഇട്ട് പൂക്കളം അവിടെ ഉണ്ട്. നമ്മുടെ മഴ കളയോ? കുറച്ച് കഴിയുമ്പോ പൂക്കൾ ഒഴുകി പൂക്കളത്തിൽ നീന്താ. എടാ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം എന്തായാലും ഇങ്ങോട്ടാ വരുള്ളൂ. അതാ ശരിയാ.
പൂക്കളത്തിന് കൊട പിടിച്ചേ പറ്റൂ. ഇവിടെ പക്ഷെ മരം ഉള്ളതുകൊണ്ട് മേടിക്കണ്ട കഴിച്ചാൽ വെള്ളം ഒരു 10 കുടയും കൂടി വേണ്ടി വരും. റെയിൻകോട്ട് ഇട്ട് കൊടുക്കരുത്. ഇതില് 2 കുട. അത് തന്നെ സത്യം. ഓണത്തപ്പൻ നടുക്കൊണ്ടത് നടുക്കൊണ്ട് കുഞ്ഞു ഓണത്തപ്പനായി പോയി. അപ്പം നമ്മള് കഴിഞ്ഞു. അപ്പൊ നമ്മളിനി സെറ്റായി നമ്മൾ ഓണം ലുക്കിലേക്ക് വരാൻ വേണ്ടി പോകണം. ഇപ്പൊ ബാഡ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഞങ്ങള് ബാഡ് ലുക്കിനാണ് കേട്ടോ. അതുകൊണ്ട് മോസ്റ്റ് ലുക്കിലേക്ക് വരാൻ പോകണം. 1 2 3 go. അങ്ങനെ കുളിച്ച് നമ്മൾ വന്നിട്ടുണ്ട്. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അപ്പോഴേക്കാണ് നമ്മളോട് ഇല വെട്ടാൻ പറയാം. പൊന്നേ വൈബാണോ? എന്താടാ എന്താണ് ഇല വെട്ടില്ല? അവിടെ പൊന്നുണ്ണി അത്ര കുഞ്ഞുണ്ണി അപ്പോഴേക്ക് ഇത് ഇല വെട്ടാൻ വന്നോട്ടെ. എത്ര വെട്ടിടാ? കിട്ടിയോ? സെറ്റല്ലേ ഗായ്സ്? അങ്ങനെ നമുക്കിത് വാഴയില കിട്ടിട്ട് നല്ലടാ. പിന്നെ നല്ല സെറ്റ് അടിപൊളി. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ വിട്ട് വീട്ടിലേക്ക് പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മളിത് ഓണം ലുക്കിൽ വന്നിരിക്കുകയാണ്. എടാ അടിപൊളി ഞാൻ കാണിച്ചോടാ. അയ്യോ ഹവായി മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോള പാട്ട്. അപ്പൊ നമ്മളങ്ങനെ ഓണം ലുക്കിൽ വന്നേക്കോണം. അല്ല ബാവാറ്റി ഷട്ടും മുണ്ടുമാണ്. എന്ത് ഷട്ടും മുണ്ടും? ഷട്ടും മുണ്ടും സെറ്റും മുണ്ടും. ഇത് ഏതാണ് ഈ പൊട്ടൻ? എടാ ഷർട്ടും മുണ്ടും നല്ലടാ പറഞ്ഞേ. അല്ലട്ടോ അല്ലട്ടോ അല്ലേ ഷർട്ടും മുണ്ടിലുള്ളത്. അതെ നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവില്ല. അരങ്ങാൻ പറ്റില്ല കാരണം എവിടെയാ മുണ്ട് ഇതും. അപ്പൊ നമ്മളങ്ങനെ സെറ്റ് ഇത് വെച്ചപ്പോ ഇങ്ങനെ പ്രതിമയാവും. അപ്പൊ നമ്മള് ഓണം കോടിയിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അല്ലേടാ? നമ്മൾ ഓണക്കോടിയിലല്ലോ സെറ്റും ഉണ്ടാണ് നമ്മുടെ ഓണക്കോടി. അല്ലേ ഗായ്സ്? നമ്മുടെ ഓണക്കോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഗായ്സ് കമന്റ് ചെയ്യാൻ മറക്കരുത് പറഞ്ഞേക്കാം. അപ്പം ഇതെന്ത് കഷ്ടമാണേ. അപ്പം എന്റെ സാരി എന്റെ സെറ്റും ഉണ്ടോ എനിക്ക് എന്നെ കൊണ്ട് ഞാനോ ഈ ഓണം രാജൻ പോടാ. അതോ ഗായ്സ് അപ്പൊ നമ്മള് എല്ലാം ഇതിന് ഞരമ്പാണല്ലോ ഗായ്സ്. അപ്പൊ നമ്മള് ഓണം ലുക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഓണം ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പൂക്കളത്തിന്റെ അടുത്ത് 2 ഷോയൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സദ്യ എല്ലാരെയും ക്ഷണിച്ചോ. ചെക്കനേതാ നമ്മളല്ലേ ചെക്കൻ? അതിന് നമ്മളവിടെ നമ്മളിവിടെ പോലെ പൂക്കളത്തിന്റെ അടുത്തേക്ക്. അപ്പം ഞാനിത് ഐശ്വര്യമായി വന്നു. അതുകൊണ്ട് ഇതേ പൂക്കളം തെറിച്ചും പോയി. ഒന്ന് ലെവലാക്കട്ടെ. അപ്പോൾ ഇത് ഐശ്വര്യമായി നമ്മുടെ പൂക്കളത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മലയാളി മങ്കയായിട്ടാണ്. മുല്ലപ്പൂ ഒന്നുമില്ല, അതിനുള്ള മുടിയൊന്നും എനിക്കില്ല. ഉണ്ടാവുമ്പോ ഞാൻ ഞാൻ മുല്ലപ്പൂ ഇട്ടേക്കാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുടി കാണില്ല, മുല്ലപ്പൂ കാണും. അപ്പൊ ഇവിടെ പൂക്കളം നോക്കിക്കേ. മാവേലി നാടു വഴിടും കാലം എന്തോ പറയുന്നുണ്ടല്ലോ. വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. എടാ അവന്റെ കൊടുക്കടാ, അവന്റെ കൊടുക്ക. എല്ലാരും ചെരുപ്പൊക്കെ വെച്ചിട്ട് വന്നു നിന്നോ. ഗൈസ് നമ്മുടെ ഓണത്തപ്പൻ നടുക്കരിപ്പുണ്ട് കേട്ടോ. ഇനി ആരും കണ്ടില്ലാതെ വേണ്ട കേട്ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ മനസ്സിൽ അങ്ങനെ സങ്കല്പിക്കാം. അത് തന്നെ ഓണം കുഞ്ഞപ്പനായി പോയി. ഓണം കുഞ്ഞത്തപ്പൻ. അതെ അതെ. അപ്പൊ ദേ നമ്മളെല്ലാരും നമ്മുടെ പൂക്കളത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്നോ ഗൈസ്. അങ്ങോട്ട് നിക്കണേ നിക്കാം. അതെ ഇവിടെയല്ലേ പൂക്കളം കാണുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പൂക്കളം അതിഗംഭീരമായിട്ടുണ്ട്. നല്ല ഇവിടെ പൂക്കളത്തിന്റെ അടുത്ത് നമ്മൾ മലയാളം ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് കേമായിട്ട് സദ്യ കഴിക്കാൻ പോവാം അല്ലേ? സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശക്കുന്നുണ്ട് ഗായ്സ്, നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സദ്യയില് എന്തൊക്കെയാ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗായ്സേ. കണ്ടോ 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 കണ്ടോ
ഇത്രയും സംഭവങ്ങളാണ് വരുന്നത്. അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് കഴിച്ചുകൊണ്ട് പരിചയപ്പെടാം ഗായ്സ്. അപ്പൊ നമുക്ക് ഒന്നും നോക്കണ്ട, മോസ്റ്റ് ആയിട്ട് സദ്യ കഴിക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ മതി. ലെറ്റ്സ് ഗോ ഗായ്സ്. മോസ്റ്റ് ആണോ? സൂപ്പർ, രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 13 15 5 കുറെ കറികളുണ്ട്. സൂപ്പറായി. സൂപ്പറായി. അമ്മയ്ക്ക് ടേസ്റ്റി ആണോ ഗായ്സ്? നമ്മുടെ പൊന്നുണ്ണിയൊക്കെ മുമ്പേ പോയി ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വിശന്ന് സൈഡിലായിട്ടിരിക്കുകയാണ്. പട്ടിക്കുഞ്ഞിന്റെ കാര്യം ഓർത്ത് അതിലപ്പുറം ടെൻഷനും ഉണ്ട്. അതിന്റെ അടുത്തേക്ക് ഓടി പോകാഞ്ഞിട്ട് അവന് ഭയങ്കര വിഷമാണ്. സാരല്ല ഡോണ്ട് വെറി ഗായ്സ്. ഹേമിന്റെ പായസം കൂട്ടി നമ്മുടെ പൊന്നുണ്ണിക്ക് വാരി കൊടുക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. പപ്പടം കൂട്ടി കുടിച്ചിട്ട്. പഴം കൊടുക്കുന്നില്ല നീ? വേണ്ട, മോസ്റ്റ് പഴം കൊടുക്കുന്നില്ല. വൈബ് തന്നെ. വയറുന്നിട്ട് എണീക്കാൻ വയ്യ. അയ്യോ, മൊത്തം പിടിച്ചോ ഗായ്സ്? അപ്പൊ നമ്മുടെ പൊന്നുണ്ണിയല്ല കുഞ്ഞുണ്ണി, എനിക്ക് എപ്പോഴും പൊന്നുണ്ണി കുഞ്ഞുണ്ണിന്റെ പേര് അങ്ങ് മാറിപ്പോട്ടെ. അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ മോസ്റ്റ് ആയിട്ട് സദ്യ കഴിക്കുകയാണ്. അവൻ പറഞ്ഞത് അവന് ഭയങ്കരമായിട്ട് സദ്യ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും വയർ നിറച്ച് സന്തോഷത്തോടു കൂടി സദ്യ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വയറ് ഓട്ടോമാറ്റിക്കലി നിറയും, അത് വേറെ കാര്യം. പിന്നെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് ഫുഡ് വിളമ്പി കൊടുത്ത് അത് കഴിക്കുന്നത് കാണുമ്പോൾ. സദ്യ സൂപ്പർ ആയിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ? സൂപ്പർ അല്ലേ? ഫുൾ കഴിച്ചില്ലേ? വയർ നിറഞ്ഞില്ലേ? അടിപൊളി, സെറ്റ്. അപ്പം മമ്മയും അതുപോലെ തന്നെ നമ്മുടെ അമ്മച്ചിയും സദ്യ കഴിക്കാൻ പോവാണ് അല്ലേ മേമി? അപ്പൊ നമ്മള് സദ്യ വിളമ്പാൻ വേണ്ടി പങ്കൻ, ബാവാറ്റ, ഇതേപോലെ നമ്മുടെ മേമിയൊക്കെ കട്ട വിളമ്പുകാർ. അതെ, വിളമ്പുകാറാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ തൂശനെല്ലാം മുറിച്ച് എങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞേ. ഇതിലൊക്കെ കറിയൊക്കെ നിരത്തിക്കോ? നിരത്തും. ഇല എങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞോട്. ഇങ്ങനെ മതി. തുമ്പ്. ഇപ്പൊ ഫസ്റ്റ് ആണ് നമ്മുടെ ചിപ്സ്, പിന്നെ ശർക്കര വരട്ടി, പിന്നെന്താ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വിഭവങ്ങളെല്ലാം നിരത്താൻ വേണ്ടി പോവാണ് ഗായ്സ്. പഴം, പപ്പടം. പഴം അവിടെ വെച്ചില്ല, പഴം ഇവിടെ വെക്കണം. ഗായ്സേ, അങ്ങനെ അമ്മച്ചിയും അമ്മയും കൂടി സദ്യ അങ്ങോട്ട് തിന്നുവാണ്. ആണോ അമ്മേ? ഒന്ന് കഴിച്ചു ഒന്ന് കാണട്ടെ, ഒന്ന് തിന്നുന്ന നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ അമ്മച്ചി? രുചികരമായ സദ്യ അല്ലേ അമ്മച്ചി? മോസ്റ്റ് ആണോ അമ്മച്ചി? സദ്യ തിന്നുന്ന റൂൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയാണ് നമ്മൾ സദ്യ കഴിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തന്നെ. കറികളെല്ലാം വിളമ്പി സാമ്പാറും വിളമ്പിട്ട് സാമ്പാർ കൂട്ടി കറികളൊക്കെ കൂട്ടി ഫസ്റ്റ് തിന്നാം. സാമ്പാർ ഒറ്റയ്ക്ക് കൂട്ടിയാണോ അതോ കറികളെല്ലാം കൂട്ടിയാണോ? എല്ലാ കറിയും കൂട്ടണം. അപ്പൊ ഒരു വാ എല്ലാ കറികളും കൂട്ടി ആദ്യം ഒരു വാ അല്ലേ മമ്മേ? പിന്നെയോ? പിന്നെ ആ കറികളൊക്കെ കൂട്ടി നമുക്ക് ആദ്യം തരുന്ന ചോറില്ലേ, അത് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇച്ചിരി ചോറ് മേടിക്കുക. എന്നിട്ട് രസം ഇങ്ങനെ കയ്യിൽ മേടിച്ചിട്ട് രസം കുടിക്കുക. അത് കഴിഞ്ഞ പാടെ എന്നിട്ട് പിന്നെ ആ ചോറിനകത്തേക്ക് പച്ചമോര് ഒഴിപ്പിക്കുക. പച്ചമോര് ഒഴിച്ചിട്ട് ആ ചോറ് കുഴിച്ച് ഒരു പപ്പടം കൂട്ടി അങ്ങ് തിന്നുക. പിന്നെയാണോ അങ്ങ് തിന്നാൻ തുടങ്ങണ്ടേ? പിന്നെ അങ്ങനെ തിന്നണം. അപ്പൊ ഈ റൂൾ അനുസരിച്ച് വരെ കഴിക്കണ്ടേ? എന്റെ പപ്പടം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് ആ ചോറ് തിന്നു കഴിഞ്ഞിട്ട് പായസം മേടിച്ചിട്ട് അതാ ഞെട്ടിച്ചേ കൊടുത്തോ ജോജാമന് കൂടി മിക്സ് തരട്ടെ. മീനുകളെ നിങ്ങക്ക് വേണോ? അടപ്രഥമം കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണോ നമുക്ക് തിന്നണ്ടേ? എന്നിട്ട് പായസം കഴിക്കുന്നേ, പായസം ഇലയിൽ ഒഴിച്ചിട്ട് പപ്പടം അങ്ങ് ഒടിച്ചിടണം. എന്നിട്ട് പഴം അങ്ങോട്ട്, എന്നിട്ട് അത് മൂന്നും കൂടെ കുഴച്ചിട്ട് അതിങ്ങനെ കഴിച്ച് ഇവിടെ അന്നേരം നാരങ്ങാച്ചാറ് കാണും, അതും തോന്നണം. ഇങ്ങനെ കഴിക്കണം. അപ്പൊ നമ്മളെ എല്ലാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ മടക്കണ്ടേ? മുകളിലേക്കോ താഴേക്കോ? എങ്ങനെ? അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്നത് മുമ്പിലേക്ക്. അതിന്റെ അർത്ഥം സദ്യ തൃപ്തിയായിന്ന്. മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ സദ്യ പോരാ അല്ലേ ജുവാനെ? കളി തന്നെ, അത് തന്നെ നമുക്കെല്ലാം അറിയാലോ അല്ലേ? ഇല്ല അതാ ഒന്നും പറയണ്ട, ഒറ്റപ്പെടുത്താ അത്രേ ഉള്ളൂ. അപ്പൊ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. സദ്യ ഗംഗേമായോ? ഗംഗേമായി. ഇതില് നമ്മുടെ ബാക്കി വന്ന സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ വാരി ഇങ്ങനെ ഇലയിലിടുക. എന്നിട്ട് ഇവിടെ ഒന്നും കാണരുത്. എന്നിട്ട് ഈ ഇല ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുക. എന്നിട്ട് ഈ കയ്യെ പറ്റിക്കരുത്, ഇത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. ആരുടെ മേത്തൊന്നും ചാടിക്കരുത്. എടുത്തോണ്ട് പോവാ. നമ്മളെടുത്ത് നമ്മുടെ ഇല നമ്മളെടുക്കുക.
ഗൈസ് അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ ഇതാ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വാഴയില എടുക്കാവേ. അപ്പൊ നമ്മള് തൂഷനില മുറിച്ച് വെച്ചതുണ്ട് കേട്ടോ. അമ്മമ്മേ തൂഷനില എന്ത് വാവ് മോസ്റ്റ് തൂഷനിലാണ്. അപ്പൊ ഇതാ നമ്മള് ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിക്ക് ഇല കഴുകണം. എവിടെ സ്പ്രേ എവിടെ? അപ്പൊ ഇതേ മോസ്റ്റ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മള് ഇല്ല, സദ്യ കഴിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, കഴിക്കാൻ മാത്രമേ പാടുള്ളൂ. ഓ അപ്പൊ എല്ലാം ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ. നിനക്കറിയാലോ എനിക്ക് വിളമ്പാൻ മോസ്റ്റ് ഇഷ്ടമാണ്. എടാ പോടാ, എടാ പൗടാ, എടാ പെടാ പ്ലടാ വാടാ കഴിക്കില്ലേ? ഇനി അടുത്തായിട്ട് നമ്മുടെ ചിസ് ഇടാം. സത്യം ഗായ്സ്. അപ്പൊ ആദ്യം തന്നെ ചിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ശർക്കര ചിസ് ചക്രവരട്ടി ഭയങ്കര മോസ്റ്റ് ഇഷ്ടമാണ്. ആർക്ക്? നമുക്ക് മോസ്റ്റ് ഇഷ്ടമാണ്. എന്താ 3 എണ്ണം? അയ്യോ രാജനാവട്ടെ വേഗം എന്താ അടുത്തെന്താ? എടാ ഓർഡർ അനുസരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, ആ ഓർഡർ അനുസരിച്ച് വരണം. അടുത്താണ് നമ്മുടെ അച്ചാർ. വയലേക്കാണ് തന്നെ വേണ്ട, ഇച്ചിരി മതി, തുള്ളി മതി. അത്രയൊന്നും വേണ്ട, ഇച്ചിരി മതി. കൂട്ടി തിന്നോ അല്ലെ തെറിപ്പിക്കും. അയ്യോ പ്ലീസ്. മോസ്റ്റ് ആയിട്ടുള്ള അച്ചാറ്. ഇനി അടുത്തേതാ? വാവാറ്റയും കൂടി എന്താ വിളമ്പാത്തത്? ഇനി പങ്ക ക്യാമറ ഓടിക്കട്ടെ. ഇനി വാവാറ്റ വിളമ്പി തരണം എനിക്ക്. അല്ല നീ വിളമ്പണം. അല്ല നീ വിളമ്പണ്ടെന്നല്ല, ഇതെന്താ ഈ കറിന്റെ പേ? മമ്മേ ഇത് കിച്ചടിയാണോ? ഏതോ ഈ റെഡ് ബീട്രൂട്ട് എന്താ? ഹായ് അതെ. ഇതെന്താ? പയറുതോരൻ. പയറും ചേനയും. ആ അപ്പൊ ചേനയും പയറും തോരനാണ് ഗൈസ് അടുത്തത്. ഇതൊക്കെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരുവേ. ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരും. പായലേക്ക് നിന്നിട്ട് വിളമ്പിട്ടോ. അടുത്തതായിട്ടെന്തോ അയ്യോ എല്ലാത്തിനും നല്ല രുചിയുണ്ട്. ഇതെന്താ ഇഞ്ചിപ്പുളിയാണോ അതോ ഉള്ളിക്കറിയാണോ? ഉള്ളിക്കറി. അടുത്ത ഉള്ളിക്കറിയാണേ. ഉള്ളി തീയലാണേ. അതൊന്ന് ഉള്ളി മതി കേട്ടോ. തുള്ളി മതി, കാരണം ഇത്രേ ചോറായിക്കുള്ളൂ. കറി ഇത്ര ആവുമ്പോ തന്നെ എന്റെ കുമ്പം നിറയൂലേ? നിറയുവോ? ഇനി അടുത്തത് മെഴുക്കുവരട്ടി. ഓ പയർ മെഴുക്ക് വരട്ടിയാണ്. ഇതവിടെ ഇവിടെ. ഓ വാവ്. അങ്ങനെ പയർ ഇത് രണ്ടും സെയിം കളർ പോലെ ഉണ്ട്, എന്നാലും ചേഞ്ച് കേട്ടോ. കാണുന്നുണ്ടോ? ലാസ്റ്റ് ഞാൻ കാണിക്കും അല്ലേ? വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. കൂട്ടുകറി. ആ അടുത്തതാണ് ഗൈസ് കൂട്ടുകറി അല്ലേ പങ്ക? അതാ കൂട്ടുകറി പുറത്ത് ചാടാൻ പാടില്ല. അടുത്ത നമ്മുടെ കൂട്ടുകറി വന്നേ. അടുത്ത കുറുക്ക് കാളൻ. എന്താ പങ്ക? കുക്ക് കാളൻ. ആ ഇവിടെ ഇവിടെ. ഹായ്. ഇപ്പൊ ശരിക്കും എനിക്ക് പൂക്കളം പോലെ തന്നെ തോന്നുന്നുണ്ട്. നമ്മുടെ വിലയിൽ പൂക്കളോട്ടോ പോലെ എനിക്ക് തോന്നാം. അടുത്ത ഇതെന്താ? ഇതാണ് നമ്മുടെ തുള്ളി മതി. ഇവിടെ ഇവിടെ പച്ചടി. അതാ അത് പച്ചടി എല്ലായിടത്തും ചാടിച്ചോണ്ട് വരുന്നു. പങ്കൻ എന്താണ്? അയ്യോ ഇതെല്ലാം ഓരോ കറി. ഓലൻ ഗൈസ്. ഈ കറികളെല്ലാം ഓരോന്ന് വെക്കുക എന്നിട്ട് ഒരു കാലം ചോറ് തിന്നുക. അങ്ങനെ തിന്നാൻ പറ്റും നമുക്ക്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് സദ്യ ആവുന്നത്. പുളിയിഞ്ചി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും നമ്മൾ. ഈ പുളിയിഞ്ചിപ്പുളി നമുക്ക് പറയാം കേട്ടോ. അതാ പുളിയിഞ്ചിപ്പുളി സൈഡിൽ പോയിരുന്നിട്ടുണ്ട്. അമ്മേ അവയിലെടുത്തോ? അമ്മേ എനിക്ക് വാർത്തരണം. വാർത്തരും വേഗം ഇട്ടോ. കുഞ്ഞിന് ഇതെല്ലാം കണ്ടിട്ടുവാണ്. കൊച്ചെല്ലാം കാണുന്നുണ്ട്. അവിയൽന്ന് പറഞ്ഞ എന്താ അറിയോ? അതിലിച്ചിരി നമ്മുടെ തേങ്ങാക്കൊത്ത് എന്റെ വായിലിട്. അത്രയും കഴിക്കില്ല. നിനക്ക് പറയട്ടെ, തേങ്ങാക്കൊത്തും മുരിങ്ങയാണ് അവിയല്. ഇതേ മുരിങ്ങാക്കോല് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മുരിങ്ങാക്കോല് കടിക്കാലോ. നമ്മള് ബിരിയാണിയും ഒക്കെ കഴിക്കുമ്പോ നമ്മള് ചിക്കന്റെ എല്ലാണ് കഴിച്ച് അടി വെക്കാറ്. അപ്പൊ നമ്മള് സദ്യയാണ് നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങാക്കോലാണ് അല്ലേ സൈഡിൽ വെക്കുന്നത്. അടുത്തേതാ? അപ്പൊ സ്രാഗാണ്. നമുക്കൊരു നോൺ വെജ് ഐറ്റം ഉണ്ട്. സ്രാവ് എന്താ? വരട്ടിയതോ?
സ്രാവ് മീൻ വരട്ടിയതാണ്. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യലാണ്. മാനന്തവാടിയിലെ സ്പെഷ്യൽ ആയിരുന്നു ഓണത്തിനല്ലേ? ഓണത്തിന് നമ്മളിങ്ങനെ സ്പെഷ്യൽ. അതുപോലെ തന്നെ നോൺ വെജ് നമ്മുടെ കോഴിക്കോടുകാരല്ലേ നോൺ വെജ് സദ്യയിൽ കൊണ്ടുവരാ. അപ്പൊ അതുപോലെ നമ്മള് എനിക്കും ഇഷ്ടമാണ് ഒരു നോൺ വെജ് ഉണ്ടെങ്കിലാണ് സദ്യയിലൊരു ടേസ്റ്റ് ശരിക്കും കിട്ടുള്ള. അടുത്ത എന്താ? ക്യാബേജ് തോരൻ. ഇവിടെ. ഓ മോസ്റ്റ് ആണോ? ഓ പപ്പടം ഇത്ര കറികൾ ഇത്രേ ഉള്ളൂ. പോരടോ. രസവും മോരും ഉണ്ട്. ഇനി അങ്ങനത്തെ കൊറേ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുവേ. ഇനി അടുത്ത തുമ്പപ്പൂ ചോറാണ് നമ്മള്. കുത്തിരിയല്ല അല്ലേ മമ്മേ? തുള്ളി മതി കേട്ടോ. അവര് ചോറിടുന്ന ഫോക്കസ് അമ്മേ അതാ അത് തന്നെ. അമ്പടാ അടിപൊളി ചോറും ഇതിനെ വിളമ്പിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കാം. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ വിളമ്പാനാണേ. എന്താ? സാമ്പാർ സാമ്പാറാണേ. ഇത് നിറപറയുടെ സാമ്പാറാണോ അതോ ബ്രാഹ്മിൺ സാമ്പാറാണോ അതോ പങ്കന്റെ സാമ്പാറാണോ അതോ അപ്പൂങ്ങന്റെ സാമ്പാറാണോ? ഓൾ ഇൻ വൺ. അപ്പൊ ഇത് ആരുടെ അല്ല, നമ്മുടെ അപ്പൂങ്ങന്റെ സാമ്പാറാന്ന് പറയണം. എന്താ മണ്ടനാ? നോക്ക് സാമ്പാർ പങ്ങനെ എടുക്കുന്ന നോക്കട്ടെ. അയ്യോ മോസ്റ്റ് കുറേ വേണ്ട, തുള്ളി മതി കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ പങ്ങനോട് പറയും എന്താ പങ്ങനെ തരണ്ടെന്ന് ഡൗട്ടാ. എനിക്ക് കഷ്ണം എനിക്ക് അധികം ഇടണ്ട കേട്ടോ, ചാറിട്ടോ. അതിന് കഷ്ണം ഇടുന്ന ഒരു സൗന്ദര്യല്ലേ മങ്ക. ഓ മതി. നമുക്ക് സാമ്പാർ ഒന്ന് തൊട്ട് നോക്കി നോക്കാം കേട്ടോ. നോക്കവേ മോസ്റ്റ് ആണല്ലോ. അടിപൊളിയാ. ഇനി പപ്പടം 2 പപ്പടം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇനി സദ്യ കഴിക്കാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോവാണേ. സൈഡിൽ ഇതേ പഴം വെച്ചു. അങ്ങനെ ഇനി ഞാൻ ഫോക്കസിൽ നമ്മുടെ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ വിളമ്പിതിന്റെ എല്ലാം ഞാൻ കാണിക്കും. ഇനി മോസ്റ്റ് ആയിട്ട് എല്ലാം കൂടി ഞാൻ ചവച്ച് വിഴുങ്ങി വയറ് സൂപ്പറാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മുടെ മോസ്റ്റ് ഓണ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? അതിന് മുമ്പ് നമുക്ക് സദ്യ ഒന്ന് ഫോക്കസിൽ കാണാം. ഗായ്സ് അപ്പൊ നമ്മുടെ മോസ്റ്റ് സദ്യയാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. മോസ്റ്റ് എന്ന് പറഞ്ഞാല് ബിഗ് മോസ്റ്റ്. അപ്പൊ നമ്മുടെ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ മോരും അതുപോലെ തന്നെ ഇതേ രസമുണ്ട്, പിന്നെ ഇതാ നമ്മുടെ സദ്യ ഉണ്ട്, പിന്നെ 3 തരം പായസവും ഉണ്ട് കേട്ടോ നമ്മുടെ. അപ്പൊ സദ്യ ഗായ്സ് നിങ്ങൾ ഫോക്കസിൽ കണ്ടോ ഗായ്സ്. അപ്പൊ എന്റെ മോസ്റ്റ് സദ്യ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, 16 കൂട്ടം കറിയുണ്ട് നമ്മുടെ സദ്യക്ക്. അതുപോലെ തന്നെ 3 തരം പായസമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോരല്ലോ പഴം സെപ്പറേറ്റ് ആണ്, ശർക്കര വരട്ടി ചിപ്സും സെപ്പറേറ്റ് ആണ്. അപ്പൊ അങ്ങനെ ടോട്ടൽ എല്ലാം കൂടി നമ്മൾ ചേർക്കുമ്പോൾ വെള്ളം കൂടി വെക്കുമ്പോൾ 24. അങ്ങനെ 24 സംഭവങ്ങളാണ് നമ്മുടെ സദ്യക്ക് ഇന്ന് ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ സദ്യ ടോട്ടലി ഗായ്സ് കളറായി ഇല്ലേ പാറ്റി? ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങാം ഗായ്സ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള സദ്യ കഴിക്കുമ്പോൾ അപ്പൊ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ അതിന് കഴിക്കുന്നതായിട്ടുള്ള റൂളുണ്ട് അല്ലേ പാറ്റി? സദ്യ കഴിക്കുമ്പോൾ അതിൻ്റെതായ റൂളിൽ വേണം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുമ്പിൽ ഇതേ ഉറുമ്പ് വന്നിട്ടുണ്ട് കഴിക്കാൻ. അപ്പോൾ ഉറുമ്പോണം ഉണ്ട്. അപ്പോൾ ഉറുമ്പിനൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറും നമ്മുടെ ക്യാബേജ് തോരൻ, നമ്മുടെ ചിസ്, നമ്മുടെ അവിയൽ, പിന്നെ ശർക്കര വട കടിച്ചു ശർക്കര വരട്ടി, ചേനയും പയറും, പിന്നെ നമ്മുടെ ബീട്രൂട്ട്, പയറുതോരൻ, ഉള്ളിക്കറി, പുളിയിഞ്ചി, ഇതിന്റെ പേരെന്തായിരുന്നു? കൂട്ടുകറി, കട്ടക്കാളനോ പച്ചടി, ഓലൻ, പിന്നെ നമ്മുടെ സ്രാവോ ഇതിലോട്ടെ നമ്മുടെ അതല്ലേ, പിന്നെ നമ്മുടെ പപ്പടം. ഇത്രയല്ലേ ഉള്ളൂ. ഈ കറികളെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു കഴിക്കണം. കഴിക്കാൻ പോലെ ഇത് കണ്ടോ, നോക്കിയേ ഫോക്കസ് കാണിച്ചോട്ടെ. ഇത് കണ്ടോ,
അപ്പൊ നമ്മളിത് ഈ ഒരു വാ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇതുണ്ടോ? ആദ്യം ഗായ്സിന് കൊടുക്കും. അപ്പൊ ഗായ്സ് ഞാൻ ഈ ഫസ്റ്റ് വാ നിങ്ങൾക്കാണ് തരാൻ പോകുന്നത്. ഇതാ കഴിച്ചോ. മോസ്റ്റ് കഴിച്ചോ. അപ്പൊ ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിക്കട്ടെ? കഴിക്കണേ കഴിക്കണേ കഴിച്ചേ. മോസ്റ്റ് മമ്മേ മമ്മേ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ. ഇത്ര ടേസ്റ്റ് ആയിട്ട് എന്തിനാ ഫുഡ് ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കലെന്ന്. അതാ ടേസ്റ്റ് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും നേരം വിശന്നിരിക്കുമല്ലായിരുന്നോ? അത് കാരണം ഈ മൂന്നരം പായസം ഞാൻ എങ്ങനെ കഴിക്കാം? അപ്പൊ നമ്മളിത് എല്ലാ കറിയും കൂട്ടി നമ്മള് ഒരു പിടുത്തപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ രസം കൂട്ടി ഒരു വായും. ഇതാ രസം നമ്മുടെ കയ്യിൽ ഒഴിച്ച് കുടിക്കാം. നമുക്ക് ഇതാ ഒഴിച്ച് കുടിക്കും. കഴിക്കുന്നതിന്റെ ഇടയ്ക്കാണേ. അപ്പൊ കഴിച്ചല്ലോ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് അതൊഴിച്ച് നമ്മളൊരു വാ കഴിക്കണം. ഇതാ ഇങ്ങോട്ട് നമ്മുടെ മോരും. എന്റെ ദൈവമേ ടേസ്റ്റ് രക്ഷയില്ല. ഒഴിച്ചു. ഇതാ ഇനി എന്താക്കാം? സദ്യ കേമായിട്ടും കഴിക്കാൻ തുടങ്ങാം. 3 കഴിക്കുന്നതിന്റെ റൂള്. മനസ്സിലായോ? നമുക്കങ്ങ് കഴിക്കാല്ലേ? ഞാടിപ്പാട് ഇതിനോട്ടെ ഗായ്സ്. അങ്ങനെ നമ്മള് മോസ്റ്റ് ആയിട്ട് പങ്കനും കൂടി സദ്യ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മമ്മ അതാ പങ്കന് വാരി കൊടുക്കാണ്. കൊടുത്തോടാ. അമ്മ നമ്മുടെ ഒരു വായും കഴിക്കട്ടെ. അമ്മ കഴിച്ചതാണെങ്കിൽ ഞങ്ങളുടെ വായും അമ്മ കഴിക്കണം. നമ്മുടെ പൂക്കളം എന്തി ചിരിച്ചോണ്ടോടെ ഇരിപ്പുണ്ട്. മോസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോ എങ്ങനെയുണ്ടോ? സദ്യ എങ്ങനെയുണ്ട്? സീനാണോ? പറയാനൊന്നുമില്ല അല്ലേ വാറ്റേ? സീൻ തന്നെയാണെന്ന് പറഞ്ഞാൽ സീൻ തന്നെയാണ്. വാറ്റിന്റെ സൗണ്ട് പോലും ഇല്ല വാങ്ങാൻ പറയുന്നത്. എങ്ങനെയുണ്ട് സദ്യ? അയ്യോ മോസ്റ്റ് ആണോ? ബിഗ് മോസ്റ്റ് ആണോ? അതെ. ഒന്ന് കഴിച്ചേ. കഴിക്കട്ടെ. കഴിക്ക് നോക്കട്ടെ. കഴിക്കാൻ അറിയാവുന്ന കാണണല്ലോ. എങ്ങനെയുണ്ട്? മോസ്റ്റ് ടേസ്റ്റി അടിപൊളി സദ്യയാണ് ഗൈസ്. അടിപൊളിയാണോ? മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോസ്റ്റ്? മോസ്റ്റ് ആണ്. പറ എങ്ങനെയാ മോസ്റ്റ്? എങ്ങനെയാ മോസ്റ്റ് 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 ഒരു വായും കന്ന് ഞാൻ നോക്കട്ടെ വാറ്റിന്റെ മോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചപ്പോ നമുക്ക് എല്ലാ കറിയും കുടിക്കും. അപ്പം ഓരോരുത്തര് കഴിക്കുന്ന ഫുഡിന് കറി നമ്മൾ ഒരേതാണ് കഴിക്കുന്നത് എങ്കിലും നമ്മൾ കഴിക്കുന്നത് ഓരോരുത്തരുടെയും കൈയിൻ്റെതായ ഒരു രുചിയും കൂടി അതിൽ വരും. ഇല്ലേ വാറ്റി? കൈ കേട്ടില്ല. അപ്പൊ ടേസ്റ്റ് ഇച്ചിരി കൂടുന്നാണ് വാറ്റി ഉദ്ദേശിച്ചത് അല്ലേ മങ്ക? വാറ്റി ഉദ്ദേശിച്ചിട്ട് അർത്ഥം അതല്ലടാ. എടാ പോടാ. ഞാനും അതെ. അപ്പൊ നമ്മൾ സെയിം. അപ്പൊ നമ്മള് 3 പേരും സെയിം ടു സെയിം. കാരണം ഞാൻ ചിന്തിക്കുന്നത് അൾട്രാ പ്രോ മാക്സ് ആയിട്ടാണ് ഗൈസ് നമ്മുടെ ആരെയും പാവാറ്റയും പൈങ്കിളി ചിന്തിക്കുന്നത്. ഞാനേ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എടാ നിക്കും. അതാ എന്റെ ഡ്രസ്സിന്റെ സംഭവം. അതാ എന്റെ കമ്മൽ അതുകൊണ്ട് പോകുന്നു. അതാ അതെ അത് കുത്തുവിട്ടു. എന്ത് കമ്മലാടാ? അമ്മേ പങ്കന്റെ സദ്യ കായ്സേ. ആനയൂട്ടാണ് എന്റെ പങ്കന്റെ വേറെ വേറെ ടേസ്റ്റും രണ്ടുപേർക്ക് എന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതല്ലേ എല്ലാ കറിയും കൂടി കൂട്ടി 2 വർഷം തരും കേട്ടോ. കേട്ടല്ല? സദ്യയിൽ കഴിച്ച എപ്പോഴും ചോറ് കുറവും കറികൾ കൂടുതലുമായിരിക്കും. അതാണ് അതിന്റെ രസം അല്ലേ പാറ്റ? മഴ ഇടയ്ക്ക് വരും, മഴ ഇടയ്ക്ക് പോവും. ഇതന്നെയാണ് കഴിച്ച അവസ്ഥ എന്ന് പറയുന്നത്. മോസ്റ്റായിട്ട് കുറച്ച് സദ്യ ഉണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും ഉണ്ട്.
ഇതാ വരെ പിടിച്ചോ. എൻ്റെ വക സദ്യ 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 സദ്യ. അങ്ങനെ വേണ്ട, ഇങ്ങനെ. എൻ്റെ കൈ തരുന്നില്ല ഗൈസ്. എങ്ങനെയുണ്ട് നോക്ക്, അടിപൊളിയല്ലേ? എന്താ ചേളാകം ഇട്ടിട്ട് തിന്നാൻ പറ്റും. അത് തന്നെ, നന്നായിട്ട് ഉള്ള കാര്യം പറയല്ലേ. ഡ്രസ്സിന് കഴിക്കാം, അതെന്തെങ്കിലും ആവട്ടെ അല്ലേ? ടേസ്റ്റ് രക്ഷയില്ലല്ലോ, അടിപൊളി. എന്റെ അല്ലേ അങ്ങനെ വരുള്ളൂ. അങ്ങനെ മൊത്തം ലൈറ്റ് കളിച്ചോട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഓ പങ്ക സോ ഫാസ്റ്റ്. എന്റെ സദ്യ എങ്ങനെയുണ്ട് ഗൈസ്? എന്തേലും പറയാനുണ്ടോ? ഒന്നും പറയല്ല. അത്രയും രുചി എന്ന് പറഞ്ഞാല് രക്ഷയില്ലാത്ത രുചിയാണോ? സത്യമായിട്ടും വേറെ വേറെ ടേസ്റ്റ് ആണ്. നമ്മൾ 3 നേരം കഴിച്ചതിന് വേറെ 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 ടേസ്റ്റ് ആണ്. പങ്കം നമുക്കാർക്കും തന്നില്ല. എനിക്കൊന്നും അറിയുന്നില്ല, അതാ അവസ്ഥ. ഞാൻ ഈ സംഭവം എടുത്തിട്ട് ആ പൊക്കത്തേക്ക് ഇട്ടേ അവസ്ഥയാണ് ഗൈസ്. കോലോത്ത തമ്പുരാട്ടിന്റെ ഡ്രസ്സൊക്കെ കഴിഞ്ഞുള്ള മോശമായിട്ട് വേഗം കഴിച്ച് നമുക്ക് പായസം അറ്റാക്ക് ചെയ്യാം. അവരുടെ പങ്കന് വാരി കൊടുക്കാൻ പോണ. പങ്കം തളർന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. രണ്ടുപേരും എന്റെ അടുക്കേക്ക് വരാം. വാ വരൂ 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 പങ്ക വരൂ വരൂ എന്നെ വാ. എടാ 2 തലങ്ങളും എന്റെ അടുത്തേക്ക് വേടാ പങ്ക. സദ്യ ഗെയിമാണോ? രക്ഷയില്ലാത്ത ഗെയിമാണ്. പുഞ്ചിരിയാണ്. ഇങ്ങോട്ട് വരൂ. മണ്ട പൊളി തന്നെ ഇല്ലടാ. പായസം കഴിക്കാം. ഗായ്സ് ഇപ്പൊ മോസ്റ്റ് ആയിട്ട് ഞാൻ ഇലയൊക്കെ സദ്യ കഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഗായ്സ് നമ്മളിനി 3 തരം പായസം കഴിക്കാൻ വേണ്ടി പോകണം അല്ലേ ബാബാറ്റ? അതെ അല്ലേ പങ്ക? അപ്പൊ ഇത് കണ്ടോ പങ്കന്റെ സദ്യ കഴിച്ച സൈഡായിട്ടോ. ഇതൊരു പായസം, ഇതടുത്ത പായസം, ഇതടുത്ത പായസം. ഇതാണ് നമ്മുടെ സേമിയോ പായസം, ഇതാണ് നമ്മുടെ അടപ്രഥമൻ പായസം, ഇതാണ് നമ്മുടെ പരിപ്പും ചെറുപയർ പരിപ്പ് പായസം. അപ്പൊ ഈ 3 പായസം കൂടി നമ്മൾ കൂട്ടി പിടിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ബാബാറ്റ? അപ്പൊ വാച്ചിട്ട് കാര്യം ആദ്യം തന്നെ സേമിയ വിളമ്പിക്കോ. നമുക്കിപ്പോൾ ഓരോന്നായിട്ട് കഴിച്ചു നോക്കാവേ. തുള്ളി മതി കേട്ടോ, കാരണം വയറിൽ തീരെ സ്പേസ് ഇല്ല എൻ്റെ ഗായ്സ് അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതാ ഇച്ചിരി സേമിയ പായസം വന്നിട്ടുണ്ട്. ഇനി ലേശം അടപ്രഥമൻ നോക്കാം ഗായ്സ്. ഇനി തുള്ളി അടപ്രഥമൻ വരാൻ പോവാണ്. 3 പായസം കൂടി നമുക്ക് സൈഡിലിട്ടാൽ മതിയായിരുന്നു, അതിൻ്റെ മുകളിലിട്ടോ. കുഴപ്പമില്ല. ഇനി അടുത്തത് എന്താ പേര്? ചെറുപയർ പരിപ്പ് പായസം. അപ്പം 3 പായസം കൂടി അടിപൊളിയായി. ഇനി നമ്മുടെ പപ്പടം. വാവ് പപ്പടം. അയ്യോ മുഴുവൻ എടുത്തോന്ന് പറയാം പപ്പടം. അതെ അയ്യോ ഇത് ഒഴുകി പോകുന്നു ഗൈസ്. ഇതേ പപ്പടം പിന്നെ കാര്യം മുഴുവൻ എടുത്തേക്കാം കേട്ടെ. ഈ പഴയ ദിവസം വേണ്ട. ഇനി പിന്നെ നമ്മുടെ പഴം. എന്താ പഴം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുത്തി പിടിക്കണം ഗായ്സ്. ഇവിടെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, നിങ്ങളതൊന്ന് നോക്കണ്ട അല്ലേ? എൻ്റെ കൂടെ ചേർന്ന് നിങ്ങളും കഴിക്കാം, കാരണം നമ്മളെല്ലാവരും കൂടി കഴിക്കുമ്പോഴാണ് അതിനൊരു ഒത്തൊരുമ വരുള്ളൂ അല്ലേ? ഫൈനലി ഗായ്സ് ഫൈനലി സദ്യ കഴിച്ച് ഇപ്പോൾ ഉറങ്ങി വീണു. സദ്യ കഴിഞ്ഞാൽ കേമായിട്ടൊരു ഇറക്കം. അതിന് മുമ്പ് നിറപ്പറയുടെ രസം വേണമല്ലേ? നിർബന്ധ രസം ഇരിപ്പുണ്ട് കേട്ടോ. അതെ ഒരു കപ്പുണ്ട്, ഒരു ഗ്ലാസ് അല്ല, ഒരു കപ്പുണ്ട്. എന്താ ഗൈസ് അമ്പടാ. അപ്പൊ നമ്മൾ ഈ സദ്യ കഴിച്ച കുറച്ച് കഴിച്ചാൽ വേണ്ട കുറച്ച് സേമിയ കിട്ടോ, സേമിയന്റെ ചാറ് കിട്ടോ ഗൈസ്. അപ്പോൾ ഒരു സദ്യക്കല്ല പായസത്തിന് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിച്ചില്ലേ, നമ്മൾ ഈ സദ്യ കഴിച്ച ഇലയിൽ തന്നെ നമ്മൾ പായസം കഴിക്കണം, സെപ്പറേറ്റ് കഴിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ആ ഇലേൻ്റെതായ ആ രുചി നമുക്ക് ശരിക്കും ആ പായസത്തിൽ കിട്ടുള്ളൂ. ഇവിടെ പങ്കൻ ഉറക്കത്തിൽ എന്തൊക്കെയോ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അതന്നെ അതാ പങ്കൻ ഇപ്പൊ ബിയർ അടിച്ച പോലെ ആവുന്ന തോന്നുന്നു. അതാ ഓക്കെ അതെ ഇതാ നമ്മുടെ പായസം. പങ്ക കഴിച്ചോ? മുഖത്ത് കളിക്കടാ, കഴിക്കല്ലേ ചേ.
എഴുന്നേറ്റ് കഴിയുമ്പോ ഞങ്ങക്ക് ഡ്രസ് ഉണ്ടാവില്ല. ആ അവസ്ഥയിലപ്പോ ഇരിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ എന്റെ കാഴ്ച ഈ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ മുടി ഡ്രസ്സ് എല്ലാം ഉണ്ടല്ലോ എറിയണം, എവിടെയെങ്കിലും എറിയണം. മുടിയൊക്കെ ഇവിടെ ഇരിക്കണം, ഡ്രസ്സൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വരരുത്, സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടണം, എന്നിട്ട് ക്ലീൻ ആയിരിക്കണം എന്നിട്ടാണ് കഴിക്കാൻ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അതെ. അപ്പൊ അതാ നിങ്ങൾ കഴിച്ചു നോക്കണ്ട. യെസ്, അതുണ്ട് എന്റെ കയ്യില് തൊട്ടേ പഞ്ചാമൃതം പോലെ. പഞ്ചാമൃതം പോലല്ലേ എനിക്ക് തോന്നി. ഇതെന്റെ പങ്കക്കൂട്ടന് കൊടുക്കാൻ പോണ്. വേണ്ട ഭയങ്കര പറ്റില്ല, എന്റെ ഒരു പാന്നി തിന്നണം. കഴിക്കണ കുഞ്ഞെ കഴിക്ക് വങ്ക. അതെ, പഞ്ചാമൃതം പോലെ തന്നെ ഉണ്ട് കഴിച്ചിരിക്കും. രണ്ട് മുന്തിരി എന്താ എനിക്ക് തരാത്തത്? മുന്തിരി കണ്ടില്ല. മുന്തിരിയും തേനും നെയ്യും കൂടി ഉണ്ടായിരുന്നില്ല പഞ്ചാമൃതം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി പുഞ്ചിരി ഉണ്ട്. പുഞ്ചിരിക്കാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് കേസ് പറയാം. പുഞ്ചിരി കഴിച്ചോ, ടേസ്റ്റി ഞങ്ങ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ 3 പേരും മോസ്റ്റ് ആയിട്ട് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പങ്ക? അപ്പൊ സദ്യയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇതാ നമ്മുടെ ഇല നമ്മളിനി മടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഇല മടക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സദ്യ ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മടക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും സദ്യ മോസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിച്ചു തരുന്നത് മുരിങ്ങാക്കോല് ഞാൻ പറഞ്ഞില്ല, ചിക്കൻ കാല് വെക്കുന്ന പോലെ, ചിക്കൻ കാലിൻ്റെ എല്ല് വെക്കുന്ന പോലെ നമ്മളെന്ത് സൈഡിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ വെക്കുന്നത് നമ്മുടെ വെജിറ്റേറിയനിലെ ചിക്കൻ കാലാണ് നമ്മുടെ മുരിങ്ങാക്കോൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കടിച്ച് ചവയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ എന്താക്കാൻ പോവാണ്, നമ്മുടെ മുരിങ്ങാക്കോലും അതുപോലെ നമ്മുടെ പഴവും പിന്നെ ഒരു കറിവേപ്പിലുണ്ട്. ബാക്കി കറിവേപ്പില ഞാൻ തിന്നു, കണ്ടതെടുത്ത് ഞാൻ ഇങ്ങോട്ട് വെക്കുകയും ചെയ്തിട്ടു. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഇല മടക്കാം കേട്ടോ. ഇല മടക്കാം. ഇല മടക്കിയിട്ട് ഒരു സംഭവം അങ്ങനെ ചെയ്യണമായിരുന്നു. ഓ വാ, ഇല നമ്മൾ മോസ്റ്റ് ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി കുടിക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് മൂടി വെക്കും. ഇപ്പം എന്തായാലും വെള്ളം വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും വെള്ളം കുടിച്ചുള്ളൂ. കാരണം വെള്ളത്തിന് പകരം നമ്മൾ എന്ത് കുടിച്ചു, ഈ പണ്ടാരൊന്നും എടുത്തിട്ടേറ്റ് എന്തിട്ടു പായസം. എന്താണ് അതെ, ഡ്രസ്സ് പാടില്ല കേസ് ഫുഡ് കഴിക്കുമ്പോൾ. അതെ, പായസം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ മോസ്റ്റ് ആയിട്ട് എഴുന്നേക്കാൻ പോലെ ഇനി പോയി ഓടിപ്പോയി കൈയൊക്കെ കഴുകി ഓടി വരാം. അപ്പം സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ മറക്കരുത്. നമ്മുടെ പൊന്നുണ്ണി കുഞ്ഞുണ്ണി ജോജാമനെ മേമി എല്ലാരും പോവാന്ന് പറഞ്ഞു. നമ്മളിവിടെ ഓണത്തിന് പാർട്ടി നടത്തിയില്ല. അപ്പൊ നമ്മുടെ എന്താ മെയിൻ കാരണം പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പൂക്കളത്തിനെടുത്തേക്കാം. മെയിൻ കാരണം എന്താ പോന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വോട്ട്ക്കി പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പൊന്നുണ്ണിക്ക് നോക്കണം എന്ന് പറഞ്ഞാണ് അവൻ മുൾമുനയിലായിരുന്നു ഇവിടെ നിന്നോണ്ടിരുന്നത്. അപ്പൊ അതെ ടാറ്റാട്ടോ ബൈ പോട്ടോ ഒട്ടക്കത്തോട്. ആ ഞാൻ ചന്ദനം തൊട്ടില്ല, അവര് ചന്ദനം തൊട്ടില്ല. അതാ ടാറ്റാ. ചില്ലാണോ വൈബാണോ? ഓണല്ലേ? ഓണമൂട് ഓണമൂട് അത്തമ്മൂട് അല്ലത്തെ സ്റ്റെപ്പ് ഒരുങ്ങി വാ അത്തമ്മൂട് ഓണമൂട് പൂക്കള മൂട്.
ഓണം പാർട്ടി നമ്മുടെ ഓണം നമ്മള് ഓണത്തിന്റേതായ രീതി നമ്മൾ വരവേൽക്കട്ടെ. അപ്പൊ നമ്മുടെ കുട്ടി മണിക്ക് കൂട്ടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഓണം നമ്മൾ ഓരോന്നായിട്ട് അപ്പൊ നമ്മളിനി അടുത്തായിട്ട് നമ്മുടെ തിരുവാതിര കളിയാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഓണം നമ്മള് ചെല്ലിങ് മൂടാക്കി അല്ലേ? ആണോ? നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞു കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും. ആണോ? മാറി അതെ വാ അതെ ഓൺലൈൻ ചെല്ലിങ് ആണോ? കളിക്കണ ഓണവില്ലിൽ ഊഞ്ഞാലാടും നട്ടിക്കിളിയേ. ആ ചെല്ലിങ് ആണോ? അതന്നെ ചെങ്ങനിലാവിൻ പൊന്നോമലകൾ കുഞ്ഞോടവേ വരികില്ല നീ സന്നനനന തിരുവോണമേ യോ 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 തിരുവാതിര ആ പോം പോം ഓണപ്പാട്ടൻ തുള്ളപ്പൂവേ തഴുകാനായി കുഞ്ഞിക്കൈകൾ ഓണച്ചില്ലിങ്ങളോ? അതെ വൈബാണോ? ചില്ലിങ്ങളോ? ചില്ലിങ്ങല്ലേ? എടാ തോടി 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 തോടി. ആ ആ ആ ആ യാ അടുത്ത സ്റ്റെപ്പ് ട്രഡീഷണൽ സ്റ്റെപ്പ്. ആ പൂക്കളത്തിൽ ചുറ്റി വെക്കണം. അല്ല വളയം വെക്കണം. ആ യാ 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 അങ്കം പക്കം വളയം. യാ 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 ചില്ലി നോക്കണേ. ആ ആ ആ ആ നാ വങ്ങ ആ ആ ആ നമ്മുടെ തിരുവാതിരകളിലേക്ക് കടക്കാം. അല്ലേ? അതെ വാ ഗൈസ്. അപ്പം നമ്മൾ തിരുവാതിര കളിക്കാൻ പോകല അല്ലേ? വാ നടന്നോ നടന്നോ. മാവേലി നാ
ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. എല്ലാവർക്കും ഹാപ്പി ഗായ്സ്, ഇപ്പം നമ്മൾ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പുകൾക്ക് ഓണം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് പണ്ട് മുതലുള്ള ഒരു ചടങ്ങാണ്. കാരണം നമ്മൾ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കുഞ്ഞു ജീവികൾ വരെ ഓണം ഉണ്ണണമെന്നാണ്. അപ്പോൾ നമ്മൾ ഉറുമ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി നമ്മൾ ഉറുമ്പ് കോഴി ഇടും, നമ്മളെ കടിക്കുമ്പോൾ നമ്മൾ കൊന്നു കളയൂലേ. അവരുടെ ഒന്നും കാര്യം ഒരിക്കലും ആരും ഓർക്കില്ല. അപ്പോൾ നമ്മൾ ഉറുമ്പുകൾക്ക് ഓണം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതൊരു ചടങ്ങും കൂടിയാണ്, നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉറുമ്പോണത്തിന് നമുക്ക് വേണ്ടത് എന്ത്, കുറച്ച് ഇല പറിക്കണം. എന്തല്ലയാ ഇത് നമ്മൾ മറ്റേ ഇതില്ലേ, എന്താ അങ്ങനെ ഇല പറിക്കാൻ കൂടുന്നില്ല, നിലത്ത് മറിഞ്ഞു ഡാൻസിന്റെ എനർജി മറിഞ്ഞു കഴുത്തൊടിഞ്ഞെന്നാ തോന്നുന്നത്. കൊച്ചിന്റെ കഴുത്തൊടിഞ്ഞു ഗൈസ്. അതാണ് അങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് മറ്റേ നമ്മുടെ കൊടിയില്ലേ, കൊടി അറിയില്ല നിങ്ങക്ക്, നമ്മുടെ വാതക്കൊടി അല്ല മറ്റേ കൊടി, മറ്റൊരു കൊടിയില്ലേ, കുരുമുളക് പൊടി, അതിന്റെ ഇലയാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്. അതിപ്പോ കുരുമുളക് എവിടെ പോയി തപ്പിടിക്കുന്നു എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ബാധക്കൊടി, ഇതൊരു ഔഷധ ചെടിയാണ്. അപ്പൊ ഇതും ഏകദേശം അതിന്റെ ഇല പോലെ നമുക്ക് തോന്നും. ഇതാണ് നമ്മുടെ ബാധക്കൊടിയുടെ ഇല എന്ന് പറയുന്നത്. അപ്പൊ ഒരു 10-20 ഇല നമുക്ക് വരുന്നില്ലേ. കുറച്ച് ഡാൻസ് കളിച്ച് നിർത്തിയിൽ എൻ്റെ കഴുത്തിനെന്തോ പറ്റിയെന്ന കാര്യം തോന്നുന്നത്. അപ്പോൾ ഇതൊരു 10-20 ഇല പറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് പറിച്ച് എന്ത് ഉറുമ്പോണത്തിന് ഫുഡ് കൊടുക്കുക. നമ്മൾ ഉറുമ്പുകൾക്ക് ഫുഡ് കൊടുക്കാനാണ് ശരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡ് മമ്മ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഫുഡ് എന്ന് പറയുമ്പോൾ സദ്യ ആണോ എന്താണെന്ന് സംശയം ഉണ്ടാവില്ലേ. അവർക്കുള്ള സദ്യ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അപ്പം ഈ ഇലകൾ ഫസ്റ്റ് പറിച്ചിട്ട് നമ്മൾ തിരി എടുക്കണം. തിരിയും കൂടി എടുത്ത് നമ്മുടെ വീടിന്റെ എല്ലാ സൈഡിലും, വീടിനോട് ചേർത്ത് വെച്ചാൽ വെക്കണ്ട, കാരണം വീട്ടിലേക്ക് കയറി വരുമോ അറിയില്ല. ഇല്ല വീട്ടിലേക്ക് കയറി, കാരണം ഈ മഴ ആയതുകൊണ്ട് അവർ കൂടിൻ്റെ ഉള്ളിലായിരിക്കും. ഇതിന്റെ മണം പിടിച്ച് അവർ ഓടി വരും. അപ്പം വീടിന്റെ എല്ലാ സൈഡുകളിലും നമ്മളിത് ഒരു തിരിയൊക്കെ കത്തിച്ച് ഫുഡും വെച്ച് ഈ ഇലയിലാണ് ചെയ്യുന്ന പരിപാടി. നമ്മൾ വാഴയിലയിൽ സദ്യ കഴിക്കുമ്പോൾ അവർക്ക് ഈ കൊടിന്റെ ഇലയില് സദ്യ തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിത് ഇത്രയും ഇലകൾ പറിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി വന്ന് പറിക്കാട്ടോ. അപ്പൊ നമുക്ക് ആ ചടങ്ങുകൾ വൺ ബൈ വൺ ആയിട്ട് കാണാം. വാ ഗായ്സ്, അപ്പം നമ്മുടെ ഉറുമ്പോണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വാഴക്കൊടീൻ്റെ ഇല, പിന്നെ നമ്മുടെ തിരി, നമുക്ക് തിരി വേണം. തിരി നമ്മൾ എണ്ണയിലാക്കിയിട്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉറുമ്പിന്റെ തീറ്റ എന്ന് പറയുന്നത് അല്ലേ വെച്ചി. ഉറുമ്പോണത്തിനുള്ള അരി വറുത്തിട്ട് അരിക്കകത്ത് നാളികേരവും ചിരകിയിട്ട് ശർക്കരയും ചീകിയിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഈ വാതക്കൊടിന്റെ ഇലയിൽക്കൂടെ ഒരേ നുള്ളു വെച്ചിട്ട് അല്ലെ ഒരു തിരിയും കത്തിക്കണം. ഉറുമ്പിന് വെട്ടം വേണ്ടേ, തിരിയും കത്തിച്ചിട്ട് ഇത് നമുക്ക് പെരക്ക് ചുറ്റും 4 ഭാഗത്തും കൊണ്ടുവച്ച് വീട്ടിൽ ഉറുമ്പ് വരുമോ അവര് വന്നെടുത്തോളും. ഓ അവര് പിന്നെ എടുക്കാതിരിക്കും. 9 ചെവിയുള്ള ഉറുമ്പാ, അല്ല 9 മൂക്കുള്ള. കൊണ്ടുവയ്ക്കേ ഓ താഴെ ഭാഗത്തേക്ക് ഇറക്കി വെക്കുക. തുണികളൊന്നും പിടിക്കരുത് കേട്ടോ, തിരിയാണേ. പങ്കന ആ ഭാഗത്ത് കൊണ്ടുവച്ചോ. ഇവിടെ വെക്കട്ടെ, നമുക്ക് ഓരോ ഭാഗത്ത് വെക്കാലോ ഗായ്സ്. അപ്പം ഞാനിത് നമ്മുടെ ഉറുമ്പിനുള്ള ഉറുമ്പോണം ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഫുഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ടോ, ഇതേ അടിപൊളി. ഇതേ പൈങ്കിൾ ഇത് അവിടെ വെച്ചു. അങ്ങനെ വെച്ചാൽ എവിടെയാ എന്റെ ദേമ ഈ ഉറുമ്പ് ഈ തീറ്റ എല്ലാം എടുത്തോണ്ട് പോകാനൊരു സമയമാവില്ല അമ്മേ. എടാ ഈ ഇലയോട് കൂടി ഇങ്ങനെ വലിച്ചോണ്ട് പോകുകയല്ലോ. അവര്
1 മണി അരി അവരെത്ര പേര് കൂടി പിടിച്ചോണ്ട് വേഗം ഇത് കൊണ്ടുപോകും. ഉറുമ്പോണത്തിനുള്ള തീറ്റ പങ്കം തിന്ന് തീർക്കുന്നു. പങ്കര് പിന്നെ തരാം. അങ്ങോട്ടൊക്കെ കൊണ്ടുവയ്ക്കേ. അമ്മേ വലിയ തലയുള്ള ഒരു ഉറുമ്പില്ലേ അമ്മേ കടിക്കുന്ന എന്നെ കടിച്ചിട്ടുണ്ട്. അല്ലേ പങ്കനാ പങ്കം തിന്ന് തീർക്കാം ഉറുമ്പിനുള്ള തീറ്റയല്ല. ഓക്കെ ഓക്കെ ഇത് അങ്ങോട്ട് കൊണ്ടുവെക്ക്. ലയിക്കേന്റെ ആ ഭാഗത്തേക്ക് അവിടെ ഉണ്ടല്ലോ ഉറുമ്പ്. ഓ എല്ലായിടത്തും ഉറുമ്പുണ്ട്. ഒരു മണം പിടിച്ച് വരൂലോ അമ്മച്ചി. മണമുണ്ട്. ആ നല്ല മറ്റേ വെള്ളത്തിന്റെ മണമുണ്ട്, അരിന്റെ മണമുണ്ട്. ആ ഇവിടെ വെക്കാട്ടോ ഗൈസേ. ആ അവരെന്തായാലും മണം പിടിച്ചോണ്ട് തിന്നുമായിരിക്കും. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും. ഒരു വരണ്ടേ. ഓക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂനിന് ഉറുമ്പാണ് കേട്ടോ വന്നേക്കുന്നേ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ? ഇത് കണ്ടോ? ആ നമ്മുടെ കൂനിന് ഉറുമ്പുകളൊക്കെ വന്നതേ മണം പിടിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് 9 മൂക്കുകളുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, നമ്മളിപ്പോ തന്നെ ഒരു 10-20 സ്ഥലത്തെങ്കിലും നമ്മള് ഉറുമ്പിന് ഓണം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഈ വലിയ തലേന ഉറുമ്പ് അയ്യോ, ശരിയല്ല. അതെന്താ ബാക്കിയുള്ള ഉറുമ്പ് ഓണം പങ്കം തരുന്നത്? സമ്മതിക്കരുത്. ഒരു ഇത് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പോയി പിടിക്കേ. ഓടിയ വീഴും. സാറില്ല, അങ്ങനെ ഇപ്പൊ വേണ്ടല്ലോ. പിടിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് തിന്നുന്നുണ്ട്. സമ്മതിക്കരുത്. ഗായ്സ് ഇത് ശരിയല്ല. ദിസ് ഈസ് നോട്ട് ഫെയർ. അത് പിന്നെ അച്ഛനൊന്നും തീർത്തോ? ഒറ്റയ്ക്ക് തിന്നു തീർത്തു. അത് സാരമില്ല. 2 ഉണ്ടെങ്കിൽ നീ ഉറുമ്പ് തിന്നുമ്പോൾ തിന്നു. എന്നിട്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓടും അക്കരയ്ക്ക് പേരമ്മയുടെ അടുത്തേക്ക്. പേരമ്മ അരി വറുത്തിട്ടുണ്ടാവൂലോ. എന്തിനാ ചോദിച്ചു അക്കരയ്ക്ക്? അല്ലെന്നേ, ഞങ്ങളുടെ പേരമ്മ ഉള്ളപ്പോഴേ പേരമ്മ എങ്ങനെ അരി വറക്കും. എന്നിട്ട് പേരമ്മ തന്നെ കാപ്പിപ്പൊടി ഉണ്ടാക്കും. ആ കാപ്പിപ്പൊടിന്റെ മണം കേട്ടാൽ നമ്മൾ അവിടെ എത്തും. എന്നിട്ട് അങ്ങനെ കാപ്പി വെച്ചിട്ട് അന്നൊക്കെ ഈ അലുമിനിയത്തിന്റെ ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ കൂടെ കാപ്പി ഒഴിക്കും. എന്നിട്ട് പേരമ്മ ഇങ്ങനെ അരി വറുത്തിട്ട് ഒരു അലുമിനിയം ചെരുവത്തിലെടുത്തിട്ട് എല്ലാവരുടെ മുമ്പിൽ ആ കാപ്പിക്കകത്ത് കൊണ്ടുവന്ന് ഓരോ പിടി അരി വറുത്തത് അങ്ങോട്ട്. എന്നിട്ട് ഞങ്ങളോട് പറയും എല്ലാവരും കുടിച്ചോളാൻ പറയും. സ്പെഷ്യൽ അമ്മച്ചി. അന്നൊക്കെ ദാരിദ്ര്യം. അന്നൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോടാ, അധികം ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കാലല്ലേ. എന്റെ ചെറുപ്പത്തിലൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. അന്നേരം ദാരിദ്ര്യം ഇങ്ങനെയൊക്കെയാണ്. ദാരിദ്ര്യം ആണേലും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അധികം ഇല്ലല്ലോ. അക്കരെ ഇങ്ങനെ ഒത്തിരി പേര്, അവര് കുറെ പേരുണ്ട്. കുറെ പേരുള്ളപ്പോഴേ കുറച്ചരിയിട്ട് കഞ്ഞി വെച്ചാലൊന്നും കഞ്ഞി തികയില്ല എല്ലാവർക്കും വിളമ്പാൻ. അപ്പൊ ആ കൂടെയാണ് ഞങ്ങൾ 2-3 കൂടെ ചെല്ലുന്നത്. അന്നേരം പേരമ്മയ്ക്ക് ഒരു വഴക്കുമില്ല. സന്തോഷത്തോടെ എല്ലാവർക്കും ചെല്ലുന്ന സന്തോഷം. എന്നിട്ട് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ പറയും പിള്ളേരെ കണ്ടില്ലല്ലോ ഇന്ന്, പിള്ളേരെ കണ്ടില്ലല്ലോ. ഞങ്ങളാണ് പിള്ളേര്, അവിടെയുള്ളതൊക്കെ വലുതുങ്ങളാ. അതാ അടിപൊളി. അപ്പൊ ഉറുമ്പുകൾക്കൊക്കെ സന്തോഷമായി കാണില്ലേ അമ്മച്ചി? ഉറുമ്പുക്കളെ ഇപ്പഴേ വന്നിരുന്നുണ്ട്. നോക്കിക്കോ, അടുത്ത കൊല്ലത്തെ ഓണം നല്ല ഓണമായിരിക്കും. നോക്കിക്കോ, നമ്മൾ ഉറുമ്പിന് കൊടുത്തില്ലേ, അത് കാരണം അടുത്ത കൊല്ലത്തെ ഓണം നല്ല ഓണമായിരിക്കും. നല്ല ഓണം, നല്ലോണം ആവൂല ചേച്ചി. നല്ലോണം സന്തോഷോണം. എന്താവേ? നല്ലോണം കുഞ്ഞു പ്രാണികളെല്ലാം തിന്നും ഇല്ലേ അമ്മച്ചി? ഏതാ ഈച്ച പോയി? എന്റെ തലയാ. അപ്പം പറയാൻ പറ്റില്ല. ഇതില് ഇതാ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മണം പിടിച്ച് വരുന്നുണ്ടാവുള്ളൂ അമ്മേ. നാളെ ആവുമ്പോഴേക്ക് ഇതൊക്കെ അപ്രത്യക്ഷമാവും. ശരിയല്ല. ഇതെന്താണ്? ഉറുമ്പോണം പങ്കനാണല്ലോ തിന്നുന്നത്. അതെ വലിയ ഗായ്സ്. അങ്ങനെ നമ്മുടെ ഓണം മോസ്റ്റ് സൂപ്പർ ഓണായി അല്ലേ മമ്മ? അല്ലേ അമ്മച്ചി? ഉറുമ്പിന് വരെ ഓണം കൊടുത്തു. അപ്പൊ തിരുവോണത്തിന്റെ അന്ന് നമ്മൾ ഓണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മള് ഉറുമ്പുകൾക്കും ഓണം കൊടുക്കുന്നത് അല്ലേ? വലുതല ഉറുമ്പാണ് എല്ലാ ഉറുമ്പുകൾക്കും. അത് തന്നെ ഞരമ്പൻ ഉറുമ്പാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഓണം അടിപൊളി ഓണമായി. അയ്യോ, ചില്ലിങ് വൈബ് ഓണമായി അല്ലേ ഗായ്സ്? എല്ലാവരും തലയുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും അയ്യോ തലയുണ്ടല്ലോ വെച്ച് പാറത്തല കൊണ്ടുവച്ചു. അപ്പൊ ഗായ്സ് എല്ലാവരുടെയും ഓണം കടി വേണോ? വേണോ? വേണ്ട പൊക്കോ.
അപ്പൊ ഗായ്സ് എല്ലാവരുടെയും ഓണം അടിപൊളി ഓണം ആയെന്ന് ഗായ്സ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളൊക്കെ ഉറുമ്പിന് ഓണം കൊടുത്തോന്ന് ആരും കണ്ടൂലേ? അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഗായ്സ് നിങ്ങളെങ്കിലും അടുത്ത പ്രാവശ്യം കൊടുക്കണം. എല്ലാരും ഉറുമ്പിനും ഓണം കൊടുക്കണം. കൊടുക്കണ്ടേ വെച്ചി? കൊടുക്കണം. നമുക്ക് പുണ്യം കിട്ടും. ഉറുമ്പിന് ഓണം കൊടുക്കുമ്പോ കുഞ്ഞു കുഞ്ഞു പ്രാണികളെല്ലാം വന്ന് കഴിക്കൂട്ടോ. അയ്യോ അപ്പൊ ഗായ്സ് നമ്മുടെ ഓണം വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഓണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. 2 hours later. ഗായ്സ് അപ്പം നമ്മുടെ എന്തോ ഉറുമ്പോണം നമ്മൾ നൈറ്റ് ആയപ്പോഴേക്ക് വന്നൊന്ന് നോക്കിട്ടോ എന്തായി അവസ്ഥ നമുക്ക് അറിയണല്ലോ ഉറുമ്പ് കഴിച്ചോന്നൊക്കെ. അപ്പൊ വന്ന് നോക്കുമ്പോ ദേ ഇലയിലൊന്നും നമ്മുടെ നമ്മൾ വെച്ച സാധനം കാണുന്നില്ല, എന്ത് തീറ്റാട്ടോ. അപ്പൊ നോക്കിയേ എവിടെയും കാണുന്നില്ല. നമ്മൾ ഒത്തിരി സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കിയേ എവിടെയും നമ്മുടെ തീറ്റേന്റെ അഡ്രസ് ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഉറുമ്പുകൾ നമ്മൾ വിചാരിച്ച ആൾക്കാരെല്ലാം 9 കുറെ കട്ടുറുമ്പല്ല, നമ്മുടെ കൂനനുറുമ്പാട്ടോ, കട്ടുറുമ്പല്ലേ. ഇതല്ലേ വൻ അറ്റാക്കാണ് ഗായ്സ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും കണ്ടു നോക്കിക്കേ. എല്ലാവരും സന്തോഷത്തോടു കൂടി നമ്മൾ ഓണം വയറ് നിറച്ച് കഴിച്ച പോലെ അവരും ഇതേ ഓണസദ്യ കഴിക്കുകയാണ്. എന്തായാലും ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമാണ്. ഇതേ ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത ഓണം മുതൽ നിങ്ങളും എന്തായാലും ഉറുമ്പുകൾക്ക് ഓണം കൊടുക്കണം കേട്ടോ ഗായ്സേ. നമുക്ക് പുണ്യം കിട്ടും. എല്ലാവരും ഇതേ ഓണം സന്തോഷത്തോടു കൂടി കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് സന്തോഷമായത് പറയാൻ മറക്കല്ലേ.